യെസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഇമാജിൻ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഒന്ന് നിങ്ങൾ സങ്കല്പിക്കും. ദർ ഇസ് എ ബിഗ് കൺസ്ട്രക്ഷൻ സൈറ്റ്. നമുക്ക് സിറ്റിയിൽ തന്നെയാണ്. അപ്പൊ കൊച്ചി ടൗണിലാന്ന് വിചാരിക്കും. ഒരു വലിയ പ്രോജക്റ്റ് ആണ്. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. വലിയ വലിയ മെഷീനറി ഉണ്ട്. നോൺ സ്റ്റോപ്പ് വർക്കാണ്. ഓക്കെ. എല്ലാ ദിവസവും നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. ആക്സിഡന്റ് ഉണ്ടായി 402 ആളുകൾ ആ ആക്സിഡന്റിൽ മരണപ്പെടുകയാണ്. 402 വർക്കേഴ്സ് ഡൈ ഓൺ ദാറ്റ് സൈറ്റ്. ഒരാളല്ല, 5 പേരോ 10 പേരോ അല്ല, 400-ലധികം ആളുകള് ദേ ഡോണ്ട് കം ഹോം. വാട്ട് ഹാപ്പൻസ്? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ദ ഗവൺമെന്റ് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും? അത് ഷട്ട് ഡൗൺ ചെയ്യും, അല്ലെ? ഒരുപക്ഷെ ചീഫ് മിനിസ്റ്റർ ഒരു അടിയന്തര മീറ്റിംഗ് വിളിക്കും. എല്ലാ ന്യൂസ് ചാനലിലും അത് കവറേജ് വരും. എല്ലായിടത്തും അതിനെപ്പറ്റി സംസാരം വരും. ഓപ്പോസിഷൻ അതിനെ അസംബ്ലിയിലൊക്കെ ഉന്നയിക്കും. അല്ലെങ്കിൽ ആൾക്കാർ മിക്കവാറും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വർക്കുകളൊക്കെ സ്റ്റോപ്പ് ആവും. ബിക്കോസ് ഒരു ഗവൺമെന്റിനും ഒരു സമൂഹത്തിനും ഒരു മീഡിയയ്ക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ആക്സിഡന്റിൽ 10-400 പേര് മരിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്കത് ഒരു ഓക്കെ that's we can't accept that. Now let me show you something. നമ്മുടെ കേരളത്തില് കേരള ഗവൺമെന്റിന്റെ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം 1,46,696 പേരാണ് ഒരു വർഷം. ഇത് 2023 കണക്കാണ്. ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ്, 2025. ഈ റിപ്പോർട്ട് പ്രകാരം 2023 1,46,696 പീപ്പിൾ ഡൈഡ് ഇൻ കേരള. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വർക്ക്സ് ഔട്ട് ടു 402 പീപ്പിൾ എവറി ഡേ, എവറി സിംഗിൾ ഡേ. 402 ആൾക്കാർ. ഇതില് 183 പേര് ഹാർട്ട് ഡിസീസ് ആണ്, ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. 65 ആൾക്കാർ ഒരു ദിവസം ക്യാൻസർ മൂലം മരണപ്പെടുന്നു എന്നാണ്. ആൻഡ് 52 ആൾക്കാർ മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ആയിട്ടാണ് മരിക്കുന്നത്. സോ സെയിം നമ്പർ, 402 പീപ്പിൾ എവറി സിംഗിൾ ഡേ. ഇത് ഈ സമയം ഇതൊരു ആക്സിഡന്റിൽ ഉണ്ടായതല്ല. ഞാനതൊരു തീവ്രത മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. ഇതൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലെ കാര്യമല്ല. ഇത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഫാമിലീസിൽ, അവർ പീപ്പിൾ ദേ ഡൈ. സോ വൈ ഈസ് നോബഡി കോളിംഗ് ദിസ് എൻ എമർജൻസി? എന്തുകൊണ്ടാണ് ആരും ഇതിനെ ഒരു എമർജൻസി ആയിട്ട് വിളിക്കാത്തത്? നിങ്ങളൊന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ആരെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും, ഒരു സുഹൃത്താവാം, ഒരു ഫാമിലി മെമ്പർ ആവാം, ഒരു അയൽപ്പക്കത്തിലുള്ള ഒരാളായിരിക്കാം, ഇത്തരത്തിലൊരു സഡൻ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു അസുഖമോ വന്ന് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ചികിത്സയിലിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് യെസ്. ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യൂ. ലെറ്റ് മീ സീ. നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ അറിവിലോ ആരെങ്കിലും? യെസ്, 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 മൈ ഹസ്ബൻഡ്. യെസ്, സി, യെസ്. സി, ഐ സി സോ മെനി യെസ് റിപ്ലൈസ്. എൻ്റെ ഫാമിലിയിലും ഉണ്ട്. സി, ദാറ്റ് ഈസ് വൈ, എക്സാക്ട്ലി വൈ വി ആർ ഹിയർ ടുഡേ. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല ആക്ച്വലി. ദീസ് ആർ റിയൽ പീപ്പിൾ വി ലവ്. അപ്പൊ ഒരാൾ പറയും ഹാർട്ട് അറ്റാക്ക് ഇപ്പൊ നമ്മൾ കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ രാജ്യങ്ങളിലും, എവറി കൺട്രി ഡീൽസ് വിത്ത് ദിസ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്റ്റോറി പ്രധാനമായിട്ട് പറയുന്നത്? അത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് മീ ആൻസർ ഇറ്റ്. ഇതിന്റെ ഒരു കണക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കേരളത്തില് ഹാർട്ട് അറ്റാക്ക് മൂലം
ദ നമ്പർ, ഒരു ലക്ഷം ആൾക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 382 മരണപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണെങ്കിൽ 127ആണ്, ജപ്പാനിലാണെങ്കിൽ 65ആണ്, ഇനി ചൈനയിൽ ഏതെങ്കിലും ഒരു റിമോട്ട് കുഗ്രാമത്തിലാണെങ്കിൽ 30 ആൾക്കാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 3 മുതൽ 6 മടങ്ങ് വരെ കൂടുതലാണ് ദാൻ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ മറ്റുള്ള കൺട്രീസിനൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 മുതൽ 6 മടങ്ങ് കൂടുതലാണ്. ഇത് നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടോ ദരിദ്രരായ ആൾക്കാരായതുകൊണ്ടോ അല്ല. നമുക്കറിയാം, വി ഹാവ് സം ഓഫ് ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ഇന്ത്യ. അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റംസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരള. എന്നിട്ടും കഴിഞ്ഞൊരു 50 വർഷം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 50 വർഷം കൊണ്ട് 40 മടങ്ങാണ് ഇവിടെ ഹാർട്ട് അറ്റാക്ക് കൂടിയിട്ടുള്ളത്. 40 ടൈംസ് ഇൻ വൺ ജനറേഷൻ. ഒരു ജനറേഷനിൽ തന്നെ 40 മടങ്ങാണ്. ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ആളുകൾ ഏറ്റവും ഒരു സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതിൽ 50% 50 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള ആൾക്കാരാണ്. ആൻഡ് കേരള ഈസ് നമ്പർ 1 ഇൻ ഇന്ത്യ ഫോർ ഡയബറ്റീസ്. 5 പേരിൽ ഒരാൾ, ഒരു അഡൽട്ട് മുതിർന്ന ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ 5 പേരിൽ ഒരാൾക്ക് ഡയബറ്റിക് എന്നാണ് കണക്ക്. നാഷണൽ ആവറേജിന്റെ ഡബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ആരാണ്? ഇവരൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IT പ്രൊഫഷണൽസ്, ടീച്ചേഴ്സ്, ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ്, രാവിലെ ആൾക്കാർ, ജിമ്മിൽ പോകുന്ന ആൾക്കാർ, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, പീപ്പിൾ ഹു ലുക്ഡ് ഫൈൻ, they were fine right until they weren't. Okay, ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഈ പറയുന്ന ഒരു ഭയാനകമായ ഒരു സാഹചര്യം, ഏർലി ഹാർട്ട് അറ്റാക്ക്, ഒരു ദുരൂഹതയോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ അറിയാത്തതോ അല്ല. സയന്റിസ്റ്റുകൾ, ഡോക്ടേഴ്സ് അറൌണ്ട് ദ വേൾഡ്, ലോകത്തുള്ള വലിയ വലിയ സയന്റിസ്റ്റുകൾ, റിസർച്ചേഴ്സ്, ഇത് എന്താണ്, വാട്ട് ഈസ് ഡ്രൈവിംഗ് ദിസ്, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ദേ ഹാവ് ഡൺ ദ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് പബ്ലിഷ്ഡ് ദ ഫൈൻഡിങ്സ്. ഈ ഫൈൻഡിങ്സ് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ നോളജ് അവിടെ ഉണ്ട്, എന്തുകൊണ്ടാണെന്നുള്ളത്. ദ പ്രോബ്ലം ഈസ്, പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് നോളജ് നെവർ മെയ്ഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ റിസർച്ച് പേർപ്പസ്. അതായത് ആ റിസർച്ച് പേർപ്പസിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല, ഇത് നമ്മളിലേക്ക് എത്തിയിട്ടില്ല. സയൻസ് ഇപ്പൊ പറയുന്നത് 80% ഹാർട്ട് അറ്റാക്ക്, നിലവിൽ ഉണ്ടാവുന്ന 80% ഹാർട്ട് ഡിസീസ് ആക്ച്വലി പ്രിവെന്റബിൾ ആണ്, ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്, തടയാൻ കഴിയുന്നതാണ് എന്നതാണ്. 80%, മൈ ഡിയർ ഫ്രണ്ട്സ്. അതായത് ഒരു ദിവസം, നേരത്തെ പറഞ്ഞ കേരള ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം, റിപ്പോർട്ട് പ്രകാരം 183 പേര് ഒരു ദിവസം ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ 146 മരണങ്ങളും നമുക്ക് തടയാൻ കഴിയുമായിരുന്നു. ഇത് നമുക്ക് ആശുപത്രികൾ ഇല്ലാത്തത് കൊണ്ടോ ഡോക്ടർമാരില്ലാത്തത് കൊണ്ടോ അല്ല. കാരണം ശരിയായ ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. സയൻസ് പറയുന്നുണ്ട് ഇതിന്റെ എല്ലാം റൂട്ട് കോസ് എന്താണ്, റൂട്ട് ലെവലിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സയൻസ് പറയുന്നത് നമുക്കിത് മെഷർ ചെയ്യാമെന്നാണ്, ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ. സയൻസ് എന്താണ് പറയുന്നത്? ക്രോണിക് ഇൻഫ്ലമേഷൻ ഈസ് ദ റൂട്ട് ഓഫ് മോസ്റ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡെത്ത്സ്. ആൻഡ് സയൻസ് ടെൽസ് us it can be fixed. സയൻസ് പറയുന്നത് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ്, വിത്ത് റൈറ്റ് ന്യൂട്രീഷൻ. എന്തുകൊണ്ടാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്? നിങ്ങളുടെ കയ്യിൽ ചാറ്റ് GPT പെർപ്ലെക്സിറ്റിയോ എന്തെങ്കിലും AI ടൂളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ചോദിച്ചു നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുക, വാട്ട് ഈസ് ദി വൺ ന്യൂട്രീഷണൽ വാല്യൂ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ റേഷ്യോ ദാറ്റ് ഡ്രൈവ്സ് ക്രോണിക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ദാറ്റ് അഫക്ട്സ് ഓൾ ക്രിട്ടിക്കൽ ഇൽനെസ്സസ്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ശരീരത്തിനുള്ളിലെ എന്ത് ന്യൂട്രീഷണൽ റേഷ്യോ ആണ് മാരക രോഗങ്ങളിലേക്ക് നയിക്കുന്നത്? ഒന്ന് ചോദിച്ചു നോക്ക്. ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം നിങ്ങളെ അതിശയിപ്പിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് omega 6 to omega 3 റേഷ്യോ
ഈ ഇംബാലൻസ് ആണ് സിസ്റ്റമിക് ഇൻഫ്ലമേഷനെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഗട്ട് മൈക്രോബയോം ഡിസ്റപ്റ്റ്സ്. അതിന്റെ ഒരു ഗട്ട് മൈക്രോബയോമിന്റെ ഡിസ്റപ്ഷൻ മെറ്റബോളിക് ഡിസീസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. 80% ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പ്രിവെന്റബിൾ ആണ്. അതുപോലെ ബ്ലഡ് ബേസ്ഡ് ബയോമാർക്കർ ടെസ്റ്റിംഗ് ക്യാൻ ഡിറ്റക്ട് ഇംബാലൻസ്. ഒരു 10-15 വർഷം മുമ്പ് ഒരു ഹൃദ്രോഗമോ സ്ട്രോക്കോ ഒക്കെ ഉണ്ടാവുന്നതിന് 10-15 വർഷം മുമ്പ് തന്നെ നമുക്ക് ബ്ലഡ് ബേസ്ഡ് ആയിട്ടുള്ള ബയോമാർക്കേഴ്സിലൂടെ ഇത് മെഷർ ചെയ്യാം. അതുപോലെ ന്യൂട്രീഷണൽ കണക്ഷൻ വിത്ത് മെഷേർഡ് പ്രോട്ടോകോൾസ് റിവേഴ്സ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്. ഇതിനെ എല്ലാം തന്നെ നമുക്കൊരു ന്യൂട്രീഷണൽ കറക്ഷനിലൂടെ തിരികെ കൊണ്ടുവരാനും സാധിക്കും, ഇല്ലാതാക്കാനും സാധിക്കും. പക്ഷേ എന്താണ് നമ്മൾ മെയിൻ സ്ട്രീം പ്രാക്ടീസ് എന്താണ് ചെയ്യുന്നത്? നിലവിലെ നമ്മുടെ ചികിത്സാ രീതികൾ എന്താണ് ചെയ്യുന്നത്? വെയിറ്റ്സ് ഫോർ സിംറ്റംസ് ബിഫോർ ഇന്റർവെൻഷൻ. ഒരു സിംറ്റം പ്രത്യക്ഷപ്പെടാൻ, ഒരു രോഗം പ്രത്യക്ഷപ്പെടാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ട്രീറ്റ്സ് ഡിസീസ് റെയർലി പ്രിവെന്റ്സ് ഇറ്റ്. നമ്മൾ ഇവിടെ രോഗങ്ങളെ ചികിത്സിക്കുകയാണ്, ഇതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നില്ല. നോ റുട്ടീൻ ഒമേഗ ഓർ ഇൻഫ്ലമേഷൻ ടെസ്റ്റിംഗ്. ഒരു റുട്ടീൻ ആയിട്ടുള്ള ന്യൂട്രീഷണൽ റേഷ്യോയോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ടെസ്റ്റിങ്ങോ ഇല്ല. രോഗമുണ്ടോ എന്നുള്ളതിനുള്ള ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. ഒരു ഗട്ട് മൈക്രോബയോം അസസ്മെന്റ് നമ്മൾ ചെയ്യുന്നില്ല, ഒരു സ്റ്റാൻഡേർഡ് കെയറിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. മെഡിക്കേഷൻ, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാണ് നമുക്ക് താല്പര്യം. ന്യൂട്രീഷണൽ റൂട്ട് കോസ്, ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിനോ അതിന് തയ്യാറാവുന്നതിനുള്ള ഒരു പ്രോട്ടോകോളും നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. സയൻസ് ഒക്കെ ജേർണൽസിലാണ്. ഇത് വലിയ വലിയ റിസർച്ച് ജേർണൽസിലും ഫൈൻഡിങ്സിലും ഒക്കെ ഇരിക്കുകയാണ്. ഇത് ക്ലിനിക്കുകളിലേക്കോ വീടുകളിലേക്കോ എത്തിയിട്ടില്ല. നോട്ട് അൺഇൻഫോംഡ് ബൈ ചോയ്സ്, ജസ്റ്റ് നെവർ ടോൾഡ്. ഇത് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. സോ ദിസ് ഇസ് ദ തിങ്. ഇമാജിൻ, ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വീട്, അതിൻ്റെ ഉള്ളിൽ ഇന്റേണൽ വയറിങ്ങുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് പതിയെ ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ടായി ബേൺ ഒക്കെ ആവുമെന്ന് വിചാരിക്കുക. പുറത്തേക്ക് നമ്മൾ സ്മോക്കോ അലാമോ ഒന്നുമില്ല. എല്ലാം പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ക്രാക്ക് ഉണ്ടാവുമ്പോൾ, ബൈ ദ ടൈം ക്രാക്സ് അപ്പിയർ ഇൻ ദ പ്ലാസ്റ്റർ, അത് ക്രാക്ക് ഒക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്കും ഇത് മൊത്തം തകർന്നിട്ടുണ്ടാവും. ഇതാണ് നമുക്ക് ക്രോണിക് ഇൻഫ്ലമേഷൻ. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വി ഫീൽ ഫൈൻ. ദ ട്രൂത്ത്, സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ആർ നോട്ട് ഫൈൻ. നമ്മൾ ഇത് എല്ലാം വരാൻ വേണ്ടി കാത്തിരിക്കുക. സോ വാട്ട് ഈസ് ഹാപ്പണിങ് ഇൻസൈഡ് യുവർ ബോഡി? നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത് റൈറ്റ് നൗ സൈലന്റ്ലി ഈസ് എക്സാക്ട്ലി ഈ ഒരു വീട് ചെതിലെടുക്കുന്നത് പോലെ ഒക്കെയാണ് എവറി സിംഗിൾ ഡേ. അപ്പൊ ഇത് പെട്ടെന്നല്ല. നമ്മൾ ഓരോ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പെട്ടെന്നല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ ദ ഗുഡ് ന്യൂസ് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി നൗ ഹാവ് എ വേ. നമുക്കിപ്പോ ഒരു വഴിയുണ്ട്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഈ പറയുന്നതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്? അതായത് ഒരു സിംറ്റംസ്, ഒരു രോഗം നമുക്ക് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ്, വാട്ട് ഈസ് ദാറ്റ് സൈലന്റ് റേഷ്യോ ഇൻസൈഡ് ദ ബോഡി? ഇതെന്താണ് സംഭവിക്കുന്നത്? സയന്റിസ്റ്റുകൾ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ബ്ലഡിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇംബാലൻസ്, ഔട്ട് ഓഫ് ബാലൻസ് എന്ന് പറയുന്നത്, ഇതിനെ പറയുന്നത് ഒമേഗ റേഷ്യോ എന്നാണ്. ഒമേഗ 6 to omega 3 റേഷ്യോ. അതായത് നമ്മുടെ ശരീരത്തിന് 2 തരത്തിലുള്ള ഫാറ്റ് ആവശ്യമുണ്ട് ടു സ്റ്റേ ഹെൽത്തി, ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാനായിട്ട്. ഒരു ടൈപ്പിനെ പറയുന്നത് ഒമേഗ 3 എന്നാണ്. ഇതാണ് ശരീരത്തിനെ കാമാക്കുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പിനെ പറയുന്നത് ഒമേഗ 6 എന്നാണ്. ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഇത് ശരീരത്തിനുള്ളിൽ ഒരു ഇന്റേണൽ ഫയറിംഗ് ക്രിയേറ്റ് ചെയ്യും, ഒരു ഫ്ലെയിം, തീ ഉണ്ടാക്കും. അതാണ് ഒമേഗ 6. ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 10-100 വർഷം മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ബാലൻസ്ഡ് ആയിരുന്നു. കാര്യം അവരൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളിപ്പോ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ,
വറുത്തതും പൊരിച്ചതും ഫാസ്റ്റ് ഫുഡ്, അങ്ങനെ റീയൂസ് ചെയ്യുന്ന ഓയിലുകൾ, ഇതെല്ലാം തന്നെ ഒമേഗ 6, അതായത് ഈ ഫയർ കോസിംഗ് ടൈപ്പ്, ഈ ഫയർ ഉണ്ടാക്കുന്ന ഒമേഗ 6 ഫാറ്റിനെ നമ്മുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുവാണ്. ഇറ്റ് ഈസ് ദർ ഇൻ ഓൾമോസ്റ്റ് എവറിത്തിങ് വി ഈറ്റ് നൗ. പക്ഷേ ഈ ഒമേഗ 3 ആണെങ്കിലോ, ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഇതിപ്പോ ഡിസപ്പിയർ ആയിരിക്കണം, ഹാസ് ഓൾമോസ്റ്റ് ഡിസപ്പിയർഡ് നമ്മുടെ ഡെയിലി മീൽസിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഷ്യോ ഇന്നിപ്പോ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ദി ആവറേജ് ഇന്ത്യൻ അഡൾട്ട്സ് ബോഡി ടുഡേ ഹാസ് എ റേഷ്യോ ഓഫ് 47:1. അതായത് 1:1 വരേണ്ട, അതായത് 1:1 ഇതിന്റെ ഐഡിയൽ റേഷ്യോ. ഇതൊരു 3:1 വരെയൊന്നും കുഴപ്പമില്ല, നമുക്ക് ബോഡിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഇന്ന് നമ്മുടെ ആവറേജ് റേഷ്യോ നമ്മുടെ രാജ്യത്ത് 47:1. പ്രധാന പ്രശ്നം ഇതാണ്. ഈ ഒരു റേഷ്യോ ബാലൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പെയിൻ ഉണ്ടാവില്ല, നമുക്കൊരു അലാമും ഉണ്ടാവില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, എവറി സിംഗിൾ സെൽ ഇൻ യുവർ ബോഡി, നമ്മുടെ ശരീരത്തിനകത്തെ ഓരോ കോശങ്ങളും ഈസ് ലിവിങ് ഇൻസൈഡ് ദാറ്റ് സ്ലോ ഫയർ. ഈ ഒരു 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 ഈ എന്താ പറയാ, കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫയറിലാണ് നമ്മുടെ ഓരോ കോശങ്ങളും ഇരിക്കുന്നത്, എവറി സിംഗിൾ ഡേ, എവറി സിംഗിൾ ഡേ. ഇത് കോശങ്ങളിൽ നിന്ന് ടിഷ്യൂലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ അനക്കങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ ക്ഷീണം അല്ലെങ്കിൽ മുട്ടുവേദന, അവിടെ വേദനയൊക്കെ ഉണ്ടാവും. ഇതൊരു ഓർഗൻ ലെവലിൽ വരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, പല പല അസുഖങ്ങളായിട്ട് വരുന്നത്. സോ ഇത് എവിടെ ഉണ്ടാവുന്നു, ഈ പറയുന്ന ഫയർ ഇൻഫ്ലമേഷൻ എവിടെ ഉണ്ടാവുന്നു, അവിടെ നമുക്ക് ഇപ്പൊ ബ്രെയിനിലാണെങ്കിൽ അത് ബ്രെയിനിന് അസുഖമായി, ഹാർട്ടാണെങ്കിൽ ഹാർട്ടിന് അസുഖമായി, ജോയിന്റിലാണെങ്കിൽ ജോയിന് അസുഖമായി. അതായത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഈ പറയുന്ന കോശങ്ങളാണ്. കാര്യം ഇത് നിർമ്മിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കൂടിയാണിത്. പ്രത്യേകിച്ച് കോശങ്ങളുടെയൊക്കെ മെംബ്രെയിൻ, എല്ലാ കോശങ്ങളും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സയൻസ് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിനകത്ത് 37 ട്രില്യൺ കോശങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഈ 37 ട്രില്യൺ കോശങ്ങൾക്കും എന്തുണ്ട്, ഒരു സെൽ മെംബ്രെയിൻ, അതിനൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്, ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ നിർമ്മിക്കപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇത് ഒമേഗ 6 മാത്രമാണ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് മാത്രമാണെങ്കിൽ ഇതിന്റെ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടും, കോശങ്ങളിലേക്കൊന്നും അബ്സോർപ്ഷൻ നടക്കൂല, അതുപോലെ തന്നെ ഡീടോക്സിങ്ങും നടക്കില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻഫ്ലമേഷൻ അതോടൊപ്പം തന്നെ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, ഇത് രണ്ടും കോശങ്ങളെ കേടുപാടുകളിലേക്ക് നയിക്കും. ഇത് പതിയെ പതിയെ ടിഷ്യൂ ഡാമേജ് ആക്കും, ഓർഗൻ ഡാമേജ് ആക്കും. ദാറ്റ്സ് ഹൗ യു ബിക്കം സിക്ക്. ഇത് നമുക്ക് ഇന്ന് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അറിയാൻ പറ്റുക? ഞാൻ ഈ പറയുന്നത് നമ്മളെ പേടിപ്പെടുത്തുന്നതിനോ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ഒരു വലിയൊരു ഷിഫ്റ്റ് നമ്മൾ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ബിഗ് ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഹെൽത്ത്, റൈറ്റ് നൗ ഈസ് ദിസ് മൂവിങ് ഫ്രം ഗസ്സിങ് ടു നോവിങ്. അതായത് നമ്മളൊരു ഗസ് വർക്കിൽ നിന്ന് നമ്മളൊരു നോവിങ്ങിലേക്ക്, അറിവിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ പറയണം, ഓക്കെ ഐ തിങ്ക് ഐ എം ഓക്കെ, എനിക്ക് തോന്നുന്നു എനിക്ക് ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതിന് പകരം ഐ നോ എക്സാക്ട്ലി വേർ ഐ ആം ആൻഡ് ഐ നോ എക്സാക്ട്ലി വാട്ട് ടു ഡു. എന്റെ സ്റ്റാറ്റസ് എന്താണ്, ഞാനിപ്പോ എവിടെയാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയാമെന്നതാണ്. ആൻഡ് ആ ഒരു കമ്പനി, അതായത് ദ കമ്പനി that has built this entire work around, this idea is called Zinzino. ഈ ഒരു കമ്പനിയാണ് സിൻസിനോ ആണ്. ഈ ഒരു they have built their entire work around this idea. ഈ ഒരു ആശയത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് കമ്പനി ഈസ് ഫ്രം സ്വീഡൻ, സ്കാൻഡിനേവിയ. ഇറ്റ്സ് എ നോർവീജിയൻ ഹെൽത്ത് സയൻസ് കമ്പനി. ഇവര് ഓൾറെഡി സ്റ്റോക്ക്ഹോമില് നാസ്ഡാക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു സിംഗിൾ ബിലീഫ് എന്ന് പറയുന്നത്, യു കാൺട്ട് ഇംപ്രൂവ് സംതിങ് ദാറ്റ് യു ഹാവൻ മെഷേർഡ് എന്നുള്ളതാണ്. നിങ്ങൾ മെഷർ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് 3 കാര്യങ്ങളാണ്, 3 സ്റ്റെപ്പുകളാണ്, സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുക. ഈ ഒരു ഫസ്റ്റ് ടെസ്റ്റിനെ പറയുന്നത് ബാലൻസ് ടെസ്റ്റ് എന്നാണ്. അതായത് നമ്മൾ ഫിംഗർ ടിപ്പിൽ നിന്ന് നമ്മൾ ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് ഒരു സ്മോൾ കാർഡിൽ എടുക്കുക, എന്നിട്ട് അത് ഒരു നോർവേയിലുള്ള സർട്ടിഫൈഡ് ലാബിലേക്ക് അയക്കുക. ഈ ലാബിലേക്ക് നമ്മൾ അയക്കുക. നിങ്ങൾക്ക് ഒരു 3 to 4 വീക്സിൽ യു വിൽ ഗെറ്റ് യുവർ എക്സാക്ട് നമ്പർ. നിങ്ങളുടെ പേഴ്സണൽ റേഷ്യോ, അതായത് ഈ ഒരു ഒമേഗ 6 to ഒമേഗ 3 റേഷ്യോ, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി തുടങ്ങിയ ഒരു 6ഓളം ബയോ മാർക്കേഴ്സ് നമുക്ക് കിട്ടും. ഇതൊരു ജനറൽ എസ്റ്റിമേറ്റ് അല്ല.
your actual number right now. And this lab is very, credible and science-based lab. ലോകത്തെ പരമോന്നത ഹെൽത്ത് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു റിസർച്ച് ലബോറട്ടറിയാണ്. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ രണ്ടാമത് ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ്, രണ്ടാമത് നമ്മൾ കറക്റ്റ് ചെയ്യുക. സോ നമ്മുടെ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡെയിലി പ്രോഡക്റ്റ് കോൾ ബാലൻസ് ഓയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സിൻസിനോ കമ്പനി പറയുന്നതാണ് 120 ദിവസം കൊണ്ട് നമുക്കിത് ബാലൻസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? സിൻസിനോ കമ്പനി, ആസ് ഐ ടോൾഡ് യു ബിഫോർ, എ വെരി ബിഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി. അപ്പൊ ഇവർക്ക് ഒരുപാട് റിസർച്ച് സയന്റിസ്റ്റുകളുണ്ട്. ഈ പാനൽ, ഈ ലിസ്റ്റ്, ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരൊക്കെ കമ്പനിയുടെ ഒരു റിസർച്ച് സയന്റിസ്റ്റുകളാണ്. അപ്പൊ അവർ ഇൻട്രൊഡ്യൂസ്ഡ് വൺ പ്രോഡക്റ്റ് കോൾഡ് ബാലൻസ് ഓയിൽ. ഇതൊരു കോമ്പിനേഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഒമേഗ 3 ഫിഷ് ഓയിൽ ആണ്, ഫ്രം വൈൽഡ് കോട്ട് ഫിഷ്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഒലീവ് ഓയിലിന്റെ ഒരു ബ്ലെൻഡ് ആണ്, പോളിഫിനോൾസ്, അതുപോലെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഒരു ബ്ലെൻഡ് ആണ്. ആകെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: ഒരു ദിവസം ഒരു സ്പൂൺ ഫുൾ ഓഫ് ഓയിൽ. ഇപ്പൊ നമുക്കറിയാം പല തരത്തിലുള്ള ഓയിലുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഓരോ സ്നാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓയിലിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള, ഇതിന് തത്തുല്യമായിട്ട് വേണ്ട ഓയിലാണ് നമുക്ക് ഈ ഒമേഗ 3. ഇത് നിങ്ങൾക്ക് എവിടുന്ന് നമുക്കിപ്പോ കിട്ടണില്ല. ദിസ് ഇസ് എ പ്രോബ്ലം. അപ്പൊ ഇത് നമ്മൾ ഒരു സ്പൂൺ ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓയിൽ ഒരു ദിവസത്തേക്കുള്ളതായി. ആൻഡ് ഇറ്റ്സ് വെരി ഫ്രഷ് ആൻഡ് നോട്ട് ഫിഷി. ഇത് നമ്മൾ ഓയിലായിട്ട് തന്നെ കഴിക്കാം. നമുക്ക് ഇത് ഒരു ഫിഷിൻ്റെതായ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബിക്കോസ് ഇത് ആ ഒരു രീതിയിലാണ് ഇതിനെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഒരു സ്പൂൺ ഫുൾ ഓഫ് ദിസ് ഓയിൽ വിൽ ബി പ്രൊവൈഡിങ് യു സോ ആൻഡ് സോ വാല്യൂ. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാല്യൂ, അതായത് ഏകദേശം ഒരു 2800 മില്ലിഗ്രാം ഓഫ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, EPA, DHA ഒക്കെ 1300-700 മില്ലിഗ്രാം വീതം ലഭിക്കുക എന്ന് വെച്ചാൽ ശരീരത്തിന് ആവശ്യമായ അളവിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, പോളിഫിനോൾസ് തുടങ്ങി വളരെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഈ പറയുന്ന മെക്കാനിസത്തെ കറക്റ്റ് ചെയ്യാൻ, ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കാൻ ആവശ്യമായ അളവിൽ നമുക്ക് ഈ സാധനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒമേഗ 3 സപ്ലിമെന്റ് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും മാർക്കറ്റിൽ. ഞങ്ങൾ 15-20 വർഷമായിട്ട് സപ്ലിമെന്റ് എടുക്കുന്ന ആൾക്കാരുടെ ടെസ്റ്റ് ചെയ്തിട്ട് പോലും അവരുടെ റേഷ്യോ 20:1 25:1 ആണ്. എന്ന് വെച്ചാൽ അൺബാലൻസ്ഡ് ആണ്. അപ്പൊ ഇത്രയും കാലം കഴിച്ചതൊന്നും വർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇനി നിങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ റേഷ്യോ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ബിക്കോസ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത്ര അളവിൽ നമുക്ക് ഒരു സ്പൂൺ ഫുൾ ഓയിൽ കഴിക്കുമ്പോൾ കിട്ടുന്ന സാധനം കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സപ്ലിമെന്റ് ഒക്കെയാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നതെങ്കിൽ നമുക്ക് 15, 20, 25 സപ്ലിമെന്റ് ഒക്കെ കഴിക്കേണ്ടി വരും. ദാറ്റ്സ് ഹൗ ദാറ്റ് വർക്ക്സ്. ഇനി ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഹയസ്റ്റ് ക്വാളിറ്റി കെയറിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഈ സ്ക്രീനിൽ കാണുന്ന സർട്ടിഫിക്കേഷൻസ് ഒക്കെ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഞാൻ സമയപരിമിതി മൂലം ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ്, അല്ലെങ്കിൽ ഇൻഫോം ചോയ്സ്, ഇൻഫോം സ്പോർട്ട്, കൊളോണലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പൊതുവെ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് ആണ്. പ്രധാനമായും ഒളിമ്പിക്സിലൊക്കെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്പോർട്സിൽ, ആൻഡ് റിമെമ്പർ ഓൾമോസ്റ്റ് ഓൾ ഫുട്ബോൾ ക്ലബ്സ് അല്ലെങ്കിൽ സ്പോർട്സ് പ്രൊഫഷണൽസ് ഔട്ട് ദർ ഇൻ ദ യൂറോപ്പ് ആർ സിൻസിനോ പ്രൊഡക്റ്റ് യൂസേഴ്സ്. ദേ ഓൾ യൂസ് പ്രോഡക്ട്സ്. കാര്യം ഇവരുടെ ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഹെവി മെറ്റൽസോ, അപ്പൊ നമുക്കറിയാം ഫിഷ് ഓയിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ടോക്സിൻസ്, അതായത് ലെഡ്, മെർക്കുറി പോലെയുള്ള സാധനങ്ങളും ഒരുപാട് ടോക്സിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലൊന്നുമില്ല. അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സോ അൺനാച്ചുറൽ ആയിട്ടുള്ള ഘടകങ്ങളോ ഒന്നുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി കെയറിൽ സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് ആണ് ഇതെല്ലാം. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് ഏജ് ഗ്രൂപ്പിലും കൊടുക്കാം. നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആൾക്കാർ വരെ നമുക്കിത് കൊടുക്കാം, ബേസ്ഡ് ഓൺ ദ ബോഡി വെയിറ്റ്. പ്രത്യേകിച്ച് നമ്മൾ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ, അതുപോലെ പാല് കൊടുക്കുന്ന അമ്മമാര്, ഇവർക്ക് ഇത് നിർബന്ധമായിട്ടും ഒരു മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ്. സോ ഇതാണ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി, യൂറോപ്പിൽ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയാണ്. 18ഓളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇവർ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നമ്മൾ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് പറയുമല്ല. സോ ദേ അപ്രൂവ്ഡ് ഓൾമോസ്റ്റ് 18 ഹെൽത്ത് ക്ലെയിംസ്. അതായത് ബ്രെയിൻ ഫംഗ്ഷൻ, ഹാർട്ട് ഫംഗ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഓൾറെഡി സ്റ്റഡീസ് ഉണ്ട്, എല്ലാ റിസർച്ച് പേപ്പറുകളും ഉണ്ട്, സയന്റിസ്റ്റുകളുണ്ട്. പക്ഷെ അക്കാഡമിക് സ്റ്റഡീസ് അവൈലബിൾ ആണ്. ഇതൊന്നും നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.
ഒരു ക്ലിനിക് പ്രാക്ടീസിംഗിലേക്കോ അല്ലെങ്കിൽ ഒരു മുഖ്യധാര സംവിധാനങ്ങളിലേക്കോ ഇതൊന്നും കൊണ്ടുവരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അതിന്റെ ഒരു പക്ഷേ പ്രധാന കാരണം. സോ നോർമൽ ബ്രെയിൻ ഫംഗ്ഷൻ, നോർമൽ ഹാർട്ട് ഫംഗ്ഷൻ, നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫെഡ് ഇൻഫാൻസ്, അതായത് ഗർഭസ്ഥ ശിശുവിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന്, കുഞ്ഞുങ്ങളുടെ കണ്ണുകളുടെ ഡെവലപ്മെന്റിന്, ഹൃദയത്തിന്റെ ഡെവലപ്മെന്റിന് ഒക്കെ ഇത് വേണം, മൈ ഡിയർ ഫ്രണ്ട്സ്. സോ വിച്ച് മീൻസ് ദിസ് ഇസ് മാൻഡേറ്ററി. സോ ഇനി അതിനേക്കാളൊക്കെ ഉപരി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ചെക്ക് ദ ചേഞ്ച് ആഫ്റ്റർ 120 days. 120 ദിവസത്തിന് ശേഷം, 4 മാസത്തിന് ശേഷം യു ടെസ്റ്റ് അഗെയിൻ ആൻഡ് സെയിം സിമ്പിൾ പ്രോസസ് ആൻഡ് യു ഗെറ്റ് ടു സീ ഇൻ റൈറ്റിംഗ് ഹൗ മച്ച് യുവർ നമ്പർ ഹാസ് ചേഞ്ച്ഡ്. എത്രമാത്രം ഇത് ചേഞ്ച് ആയി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ 40-1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ, യു വിൽ സീ ദാറ്റ് യു ആർ കമ്മിങ് ബാക്ക് അറ്റ് 3:1 ആഫ്റ്റർ 4 months. 95% cases. So same person, same body, but the balance sheet, balance test, has completely changed. The numbers completely changed. And this is not a promise. This is documented proof. Documented. So I want to make this really simple. You know, ഇത്രയേ ഉള്ളൂ. നമ്മൾ ടേക്ക് ദ ടെസ്റ്റ്, സ്റ്റാർട്ട് ദ പ്രോട്ടോകോൾ ആൻഡ് ഷെയർ ദിസ് വിത്ത് അതർ പീപ്പിൾ. ദാറ്റ്സ് ഇറ്റ്. ഇനി എൻ്റെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഐ വാണ്ട് ടു ടെൽ യു ദ സെക്കൻഡ് സ്റ്റെപ്പ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫിക്സ് യുവർ സെല്ലുലാർ ഫംഗ്ഷൻ. നമ്മൾ ഈ പറയുന്ന ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കുക, റേഷ്യോ omega-6 to omega-3 റേഷ്യോ കറക്റ്റ് ആക്കുക, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കറക്റ്റ് ആക്കുക, ചുരുക്കി പറഞ്ഞാൽ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കറക്റ്റ് ആക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടാണ്, ഗട്ട് ഹെൽത്ത്. ഇപ്പൊ ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ വി ഓൾ നോ ദാറ്റ് സ്റ്റൊമക്ക്, യുവർ ഗട്ട്, ഇവിടെയാണ് ഒരു 70-80% ഓഫ് യുവർ ഹോൾ ഇമ്മ്യൂൺ സിസ്റ്റം നിലനിൽക്കുന്നത്. 70 മുതൽ 80% നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഗട്ടിൽ നിന്നാണ്. അതായത് ബ്രെയിൻ അല്ല, ഹാർട്ട് അല്ല, നമ്മുടെ ഗട്ടാണ്. ഗട്ടിനെ ഇപ്പൊ വിളിക്കുന്നതിന് സെക്കൻഡ് ബ്രെയിൻ എന്നാണ്. ഓക്കെ. So 70-80% not in your blood, not in your heart, in your gut. So നമ്മുടെ ഗട്ടാണ് നമ്മുടെ ഭക്ഷണത്തെ എങ്ങനെ അബ്സോർബ് ചെയ്യണമെന്ന് കൺട്രോൾ ചെയ്യുന്നത്, ഒരു രോഗം വന്നാൽ എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ. ഈവൻ ഹൗ യു ഫീൽ ഇമോഷണലി, നമുക്ക് നമ്മുടെ സ്ട്രെസ്, നമ്മുടെ മൂഡ് നിശ്ചയിക്കുന്നത് എല്ലാം ഗട്ടാണ്. കാര്യം 90% സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഒരു ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗട്ടിലാണെന്നാണ് ഇപ്പൊ പറയുന്നത്. എന്നാൽ നമ്മുടെ പുതിയ മോഡേൺ ഭക്ഷണ രീതികൾ, റിഫൈൻഡ് ഓയിൽസ്, ഫൈബർ ഇല്ലാത്ത ഭക്ഷണം, ടു മച്ച് ഷുഗർ, ഇതെല്ലാം തന്നെ നമ്മുടെ ഗട്ടിനകത്തുള്ള നല്ല ബാക്ടീരിയ ഇല്ലാതാക്കുക. ആൻഡ് ദാറ്റ് മേക്സ് ദി ഇന്റേണൽ ഫയർ ബേണിംഗ് ഈവൻ ഹോട്ടർ. നമ്മുടെ ഈ ബേണിംഗ്, ഈ ഇൻഫ്ലമേഷനെ അത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുക? ദാറ്റ് ഈസ് ദ ഗുഡ് ന്യൂസ്. And this is also reversible, measurable, and you can fix it. നമുക്കിത് അറിയാൻ പറ്റും, വേർ യു സ്റ്റാൻഡ്. എന്താണ് നിലവിൽ നമ്മുടെ ഗട്ടിന്റെ അവസ്ഥ, ഈ ഗട്ടിലെ ബാക്ടീരിയകൾ നല്ലതാണോ എന്ന് മാത്രമല്ല, എന്താണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. സോ ജസ്റ്റ് ആസ് വി ഹാവ് എക്സ്പ്ലെയിൻ ബിഫോർ, ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് അതെടുത്ത് അയക്കുക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നിങ്ങളുടെ ഗട്ടിന്റെ ഇപ്പോഴത്തെ നിലവിലെ ഇഷ്യൂ എന്തായാലും, സോ വി ക്യാൻ ഫിക്സ് ഇറ്റ്. ഇവിടെ ഇപ്പോ ഈ ഒരു പ്രോഡക്റ്റും അവൈലബിൾ ആണ്, സിനോബയോട്ടിക് പ്ലസ്. ഇതൊരു പ്രീബയോട്ടിക് ഫൈബർ ബ്ലെൻഡ് ആണ്. അതായത് ഈ ഗട്ട് ബാക്ടീരിയ നിലനിൽക്കണമെങ്കിൽ, അത് ത്രൈവ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഭക്ഷണം ഫൈബർ ആണ്, പ്രീബയോട്ടിക് ഫൈബർ ആണ്. അത് എന്തെങ്കിലും ഒരു ഫൈബർ കൊടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ഔട്ട് ദർ ഇൻ ദ ഗട്ട്. I mean microbes, bacteria in the gut. They need different types of fiber. അപ്പൊ അത്തരത്തിലൊരു 8ഓളം പ്രീബയോട്ടിക് ഫൈബറിന്റെ ഒരു ബ്ലെൻഡ് ആണ് സിനോബയോട്ടിക് പ്ലസ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുക, ദെൻ യു ഫിക്സ് ഇറ്റ്. നമ്മളുടെ ബോഡി എന്താണോ അതിനനുസരിച്ച് ബാലൻസ് ഓയിൽ ഒരു 10-12 ml നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് നമ്മൾ ഡെയിലി കഴിക്കുക. അതോടൊപ്പം തന്നെ സിനോബയോട്ടിക്, ഈ പറയുന്ന ഒരു ബ്ലെൻഡ് ഓഫ് 8 നാച്ചുറൽ പ്ലാന്റ് ഫൈബേഴ്സ്, അത് നമ്മൾ എടുക്കുക. ഓക്കെ. ആൻഡ് ഇത് നമ്മുടെ ഗട്ടിനകത്ത് ആ ഒരു ഗുഡ് ബാക്ടീരിയ റീബിൽഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഹെൽപ്പ് യുവർ ബ്ലഡ് ഷുഗർ ഒരു സ്റ്റഡി ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. സോ സ്റ്റെപ്പ് 3, നമുക്ക്
ഇതാണ് സിനോബയോട്ടിക്കിന്റെ കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽസ്. ഇത് നമുക്ക് ഡൈജഷൻ മാത്രമല്ല, ആ ഗട്ട് മൈക്രോബയോം ഡൈവേഴ്സിറ്റി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗർ റെഗുലേഷൻ, കൊളസ്ട്രോൾ മാനേജ്മെന്റ്, ഗട്ട്, ബ്രെയിൻ, മൂഡ് ആക്സിസ്, എവറിത്തിങ്. Okay, so it's a very powerful combination, balance oil and this സിനോബയോട്ടിക് പ്ലസ്. ഇപ്പൊ ബാലൻസ് ഓയിൽ നമുക്ക് കാർഡിയോവാസ്കുലർ, അതുപോലെ തന്നെ ബ്രെയിൻ, കോഗ്നിഷൻ, ഇമ്മ്യൂൺ സിസ്റ്റം, സെല്ലുലാർ ഹെൽത്ത് ഇത് ഉറപ്പ് നൽകുന്നു. ആൻഡ് സിനോബയോട്ടിക് വിൽ ബി ഹെൽപ്പിംഗ് അസ് ടു ഫിക്സ് ഓൾ ദിസ് ഗട്ട് മൈക്രോബയോം ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ റെഗുലേഷൻ, കൊളസ്ട്രോൾ മാനേജ്മെന്റ് ആൻഡ് ബ്രെയിൻ, ഗട്ട്, ബ്രെയിൻ, മൂഡ് ആക്സിസ്. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും കറക്റ്റ് ആയാൽ തന്നെ ഒരുവിധം നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കറക്റ്റ് ആയി. ഓക്കെ, സോ these are the three simple steps. So balance test and gut health test. ഇത് നമുക്കൊരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് നമ്മൾ അയക്കുക. ആൻഡ് ബാലൻസ് ഓയിൽ ആൻഡ് സിനോബയോട്ടിക്, ദാറ്റ്സ് ദ പ്രോട്ടോകോൾ. സോ അത്രയേ ഉള്ളൂ. സോ നമ്മൾക്ക് ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, സോ ഐ വാണ്ട് ടു മേക്ക് ദിസ് വെരി സിമ്പിൾ. ഒന്നാമത്തെ കാര്യം, യു ടേക്ക് ദ ടെസ്റ്റ്, നോ യുവർ ഓൺ നമ്പർ. നമ്മുടെ നമ്പർ നമ്മൾ അറിയാം. അതായത് ഈ ഒരു ടെസ്റ്റിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ബില്ലിന്റെ ഒരു 10-1 പോലും വരില്ല. എന്നാൽ ആൻഡ് ടെൽസ് യു സംതിങ് മോസ്റ്റ് ഇന്ന് നിലവിൽ നിങ്ങൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇതിനേക്കാളൊക്കെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ ടെസ്റ്റിലൂടെ ലഭിക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് ദ ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, സ്റ്റാർട്ട് ദ പ്രോട്ടോകോൾ. നിങ്ങൾ ബാലൻസ് ഓയിൽ എവറി ഡേ സ്റ്റാർട്ട് ചെയ്യുക, സിനോബയോട്ടിക് എവറി ഡേ എടുക്കുക. ജസ്റ്റ് 120 days യു വിൽ സീ ഇറ്റ്. ദെൻ 120 ദിവസത്തിന് ശേഷം യു ചെക്ക് യുവർ നമ്പർ ആൻഡ് സീ ദ ഡിഫറൻസ് ഫോർ യുവർ സെൽഫ്. ഈ നമ്പർ മാത്രമല്ല, ഈ 4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് നിങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ദെൻ മൂന്നാമത്തെ കാര്യം, യു ഷെയർ ദിസ് ഇൻഫർമേഷൻ വിത്ത് 5 people. തിങ്ക് റൈറ്റ് നൗ. ഇപ്പൊ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇത് കേൾക്കേണ്ട അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ള ആള് നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ ആ ഒരു സർക്കിളിലോ ആരാണ്? ഒരു പക്ഷേ നമ്മുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തായിരിക്കാം, അയൽപ്പക്കത്തുള്ള ആളായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. യുനോ, just share this information with them. And you might be the reason, they check their balance test before something happens. ആൻഡ് നാലാമത്തെ കാര്യം, ജോയിൻ അസ് നെക്സ്റ്റ് സൺഡേ. അടുത്ത ഞായറാഴ്ചയും നമ്മൾ ജോയിൻ ചെയ്യുക. ഈ ഒരു കൺവെർസേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഓരോ ഗസ്റ്റുകൾ ഉണ്ടാവും. സോ നിങ്ങളുടെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കാം. ആൻഡ് ബ്രിങ് സം വൺ ന്യൂ. ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരിക. ബിക്കോസ് അവർ കമ്മ്യൂണിറ്റി ഈസ് ഗ്രോവിങ്. ആൻഡ് എവറി സൺഡേ, ഓരോ ഞായറാഴ്ചയും വി വിൽ ബി ഗോയിങ് എ ലിറ്റിൽ ഡീപ്പർ. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ പോകുന്നുണ്ടാവും. സോ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഐ വാണ്ട് ടു റിമൈൻഡ് യു സംതിങ്. നമ്മൾ ഒരു ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സിറ്റി ഒരു അപകടം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കല്ല. ഓക്കെ, ഇപ്പോൾ പല കാര്യങ്ങളും, പല മാറ്റങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സിറ്റിനകത്ത് നല്ലൊരു വാട്ടർ സപ്ലൈ കൊണ്ടുവന്നാൽ അത് തന്നെ ഒരുപാട് ആൾക്കാരുടെ ആരോഗ്യം വ്യത്യാസപ്പെടുത്തുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് ഓരോ മാറ്റങ്ങളും. അപ്പൊ നാളെ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, ഞാൻ പറഞ്ഞു വന്നതാണ്, ഓരോ തീരുമാനങ്ങളും വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ഇപ്പോ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നമുക്കറിയാം, ഇന്ന് മാത്രമല്ല നാളെയും 402 ആൾക്കാർ കേരളത്തിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ മൂലം മരണപ്പെടുന്നുണ്ടാവും. നാളെയല്ല മറ്റന്നാളും ഉണ്ടാവും, ആൻഡ് ദ ഡേ ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ഹിസ്റ്ററി won't judge us by the diseases we suffered. നമ്മൾ നേരിട്ട രോഗങ്ങളോ അല്ലെങ്കിൽ മരണങ്ങളോ മൂലമല്ല ചരിത്രം നമ്മളെ രേഖപ്പെടുത്തുക. ഹിസ്റ്ററി വിൽ ജഡ്ജ് us by whether we acted. നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നതിനെ ആശ്രയിച്ചാണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തുക. അതായത് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ, when we knew we could, നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്തോ എന്നതിനെ ആശ്രയിച്ചാണ് ചരിത്രം നമ്മളെ നാളെ രേഖപ്പെടുത്തുന്നുണ്ടാവുക. അപ്പൊ സയൻസ് ഇവിടെയുണ്ട്, അതിനുവേണ്ട ടൂൾസും ഇവിടെയുണ്ട്. ദി ഓൺലി ക്വസ്റ്റ്യൻ ഈസ് ഹൂ ആക്ട് ഫസ്റ്റ്. നമ്മളത് ആക്ട് ചെയ്യാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളതാണ്.
സോ ഐ എം റിയലി ഗ്ലാഡ് യു വർ ഹിയർ വിത്ത് അസ് ടുഡേ. സോ താങ്ക് യു സോ മച്ച്. നമുക്കപ്പം അടുത്ത ഒരു പ്രമുഖനായിട്ടുള്ള ആ, ഒരു വിശിഷ്ട വ്യക്തിത്വം അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ആ, വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഞാൻ നമ്മുടെ രാജു ജോസഫ് വൈദ്യർ ആ, അദ്ദേഹത്തെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ, രാജു സർ, ആൻഡ് സ്റ്റേജ് ഈസ് യുവേഴ്സ്, പ്ലീസ്. ഓവർ ടു യു സർ. ഹലോ. യെസ് യെസ് ആ, യെസ്. നമ്മുടെ ഷാജി സാറ് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഒക്കെ നിങ്ങളോട് സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഒരു 10-35 കൊല്ലമായിട്ട് രോഗവും ചികിത്സയും രോഗിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഈ രംഗത്ത് വരാൻ തന്നെ ഇടയായ ഒരു കാര്യം, ഈ രോഗി ചികിത്സ അല്ലെങ്കിൽ ആരോഗ്യം ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാനും ഈ രോഗികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇപ്പം 65 വയസ്സുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്, അപ്പം എനിക്കൊരു 13-14 വയസ്സ്, ആ സമയത്ത് എനിക്ക് വളരെ ശക്തിയായ തലവേദന വന്നു. ആ തലവേദന വന്ന് എൻ്റെ നാട്ടിൽ, ഞാൻ മഞ്ഞപ്രയാണ് താമസിക്കുന്നത്, എൻ്റെ അടുത്ത ഏറ്റവും നല്ല ഹോസ്പിറ്റൽ അന്നുള്ളത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി, LF ഹോസ്പിറ്റലാണ്. അന്ന് അവിടെ പ്രഗത്ഭരായ MD ഡോക്ടർമാർ ആ കാലത്തുള്ള കാലമാണ്. ഡോക്ടർ ഈപ്പൻ, ഡോക്ടർ നെൽസനൊക്കെ പ്രഗത്ഭരായ ഡോക്ടർമാരാ, MD-ക്കാരാ, വെറും ജനറൽ മെഡിസിൻകാരൊന്നുമല്ല. അവർ എന്നെ അന്നത്തെ ശാസ്ത്രീയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ എന്നെ അവർ പരിശോധിക്കുകയും എനിക്ക് അവർ വേണ്ട മരുന്നുകൾ നിർദ്ദേശിക്കുകയും, അങ്ങനെ ഞാൻ ഏതാണ്ട് 1 മാസത്തോളം ഈ ഹോസ്പിറ്റലിൽ അന്ന് കിടക്കുകയും ചെയ്തു. എന്ത് മരുന്നുകളൊക്കെ എനിക്ക് ചെയ്തിട്ടും എൻ്റെ രോഗം കൂടിക്കൂടി തലവേദന ഛർദിയിലേക്ക് മാറി. എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ഛർദി തന്നെ. ആ ഒരു അവസ്ഥയിൽ വന്നപ്പം ഡോക്ടർമാരും പറഞ്ഞു, ഇനി ഞങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും മെഡിക്കൽ കോളേജിലോ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി നോക്ക് എന്ന് പറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ച് എൻ്റെ അപ്പച്ചൻ എന്നെ കൊണ്ടുവന്നു. അപ്പച്ചൻ പിറ്റേ ദിവസവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകാനുള്ള അറേഞ്ച്മെന്റ് ചെയ്ത കൂട്ടത്തിൽ അപ്പച്ചൻ്റെ ഒരു സുഹൃത്തിനെ, അയാൾക്കൊരു തുണിക്കടയുണ്ട് കാലടിയിൽ, അവിടെ ചെന്ന് കുറച്ച് തോർത്ത് കള്ളിമുണ്ട് അത് ഇതൊക്കെ വാങ്ങാനായിട്ട് ചെന്നതാ. അപ്പൊ ഈ സുഹൃത്ത് അപ്പച്ചനെ നന്നായിട്ട് അറിയണ ആളാ. അപ്പൊ ചോദിച്ചു, എന്താ ജോസഫേ നിന്റെ മുഖം ആകെ മാറിയിരിക്കണു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമാണ്, മകനിങ്ങനെ ഭയങ്കര തലവേദനയാണ്, ഇപ്പൊ ഛർദിയുമായി, അപ്പോൾ അങ്കമാലി ഹോസ്പിറ്റലുകാർ പറയണേ ഇനി ഒന്നും ചെയ്യാനില്ലെന്നാ പറയണേ, അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം പോകാനായിട്ട് പ്ലാൻ ചെയ്യാമെന്ന്. അപ്പൊ ഈ സുഹൃത്ത് അപ്പച്ചനോട് പറഞ്ഞു, നീ തിരുവനന്തപുരം പോകാൻ വരട്ടെ, നമുക്കിവിടെ ഒരു വൈദ്യനെ ഒന്ന് കണ്ടേക്കാം, പുള്ളിയെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ വൈദ്യനെ കാണാൻ ചെന്നു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ കാത്തു നിന്നപ്പോഴാണ് ഈ വൈദ്യൻ പുറത്തിറങ്ങി വന്നു. അപ്പൊ തന്നെ ഈ പുള്ളിയുടെ മകൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയെ അറിയും വൈദ്യര്. അപ്പോൾ പറഞ്ഞു, അപ്പച്ചൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാ, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആദ്യം പറഞ്ഞത്, കണ്ണടച്ചു തുറന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ശരി പൊക്കോ, ഇന്നിപ്പോൾ എനിക്ക് എഴുതാനൊന്നും നേരമില്ല, നാളെ ഞാൻ എഴുതി തരാം മരുന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം കാലത്തെ അപ്പച്ചൻ ചെന്നു. അപ്പൊ തിണ്ണയിൽ ഇങ്ങനെ രാജു മഞ്ഞപ്ര എന്നും പറഞ്ഞ ഒരു കുറിപ്പ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കല്ലും കയറ്റി വെച്ച്. അപ്പച്ചൻ എന്തായാലും വൈദ്യരെ കാണാതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് എഴുതി അവിടെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വൈദ്യർ വന്നു, ഈ കുറിപ്പ് എടുത്തു. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, എന്താ തരണ്ടേന്ന് ചോദിച്ചു. ഞാൻ എന്താ അങ്ങേക്ക് തരണ്ടേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്താണെങ്കിലും നിങ്ങൾ അവിടെ ഒരു പെണ്ണ് അടിച്ചു മിറ്റം അടിക്കുന്നുണ്ടായിരുന്നു, അവക്ക് കൊടുത്തേരെ, എനിക്കൊന്നും വേണ്ട. ഇത് പറഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഈ കുറിപ്പിൽ എഴുതിയിരുന്നത്, 1 പണവട തൈല്യം 1 രൂപ തൂക്കം വെണ്ണയിൽ ചാലിച്ച് നിറുകയിലിടുക, 2 മണിക്കൂർ കഴിയുമ്പോൾ തുടച്ചു കളയുക.
ഉഴുന്ന് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഞവര അരി പാൽക്കഞ്ഞി വെച്ച് കുടിക്കുക, ഇത്ര അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം ഈ വെണ്ണയിൽ, പുത്തങ്കലത്തിൽ വെച്ച് വെള്ളം വറ്റിച്ച വെണ്ണ 1 രൂപ തൂക്കത്തില് ചായില്യം ചാലിച്ച് നെറുകയിലിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് തുടച്ചു കളഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഛർദിയും പോയി, തലവേദനയും പോയി. ഫസ്റ്റ് ഡേയിൽ ചെയ്തപ്പോൾ തന്നെ. പിന്നെ ആ 7 ദിവസം തീർന്നപ്പോഴേക്കും ഞാൻ സാധാരണ മനുഷ്യനായി. അതിൽ നിന്നുമാണ് എനിക്ക് ഈ രംഗത്തേക്കുള്ള എൻ്റെ അന്വേഷണം അന്ന് തുടങ്ങിയതാ, എൻ്റെ 13 വയസ്സിൽ. ഞാൻ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ശക്തിയും കാര്യങ്ങളും മനസ്സിലാക്കി ഞാൻ ഇതിനെപ്പറ്റിയും മനുഷ്യ ശരീരത്തെ പറ്റിയും ഇതിൻ്റെ കാര്യങ്ങളെ പറ്റിയും ഒക്കെ വിവിധ വൈദ്യന്മാരായിട്ടും ഡോക്ടർമാരായിട്ടും കിട്ടുന്ന പുസ്തകങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ വായിക്കുകയും പഠിക്കുകയും എൻ്റെ ഒരു ഹോബി തന്നെയായി ഈ റിസർച്ച്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനുഷ്യ ശരീരത്തിന്റെ ഓരോ കാര്യങ്ങളെ പറ്റിയും മൂല്യങ്ങളെ പറ്റിയും മൂലകങ്ങളെ പറ്റിയും ഒക്കെ എനിക്ക് നല്ലൊരു ഉൾക്കാഴ്ചകൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. പിന്നെ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറേയും കൂടെ സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പോൾ പല വൈദ്യന്മാരുടെയും വീടുകളിൽ തന്നെ പോയും അവരുടെ കൂടെ താമസിച്ചും പല ആളുകളുമായിട്ടും ഇതിന് കൂടുതൽ ഡിസ്കഷൻസ് നടത്തിയും കൂടുതൽ ബുക്കുകൾ വായിച്ചും ഒക്കെ ഞാൻ ഇതിൻ്റെ പഠനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ എനിക്ക് പിന്നെ കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞു, ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിൽ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച് വരുന്ന രോഗികളെ എന്തെങ്കിലും കൊടുത്ത് ചികിത്സിക്കുക, അത് ഫ്രീ ആയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചു, ഇനി 1 മാസമുള്ളൂ, അല്ലെങ്കിൽ 15 ദിവസമുള്ളൂ, അല്ലെങ്കിൽ ഒരു 2 മാസമുള്ളൂ എന്നൊക്കെ പറഞ്ഞു വിടുന്ന രോഗികളാണ് എൻ്റെ ആദ്യത്തെ രോഗികൾ. അവർക്ക് ഞാൻ അന്നും കൊടുത്തുകൊണ്ടിരുന്നത് ഈ പോഷക മൂല്യങ്ങളുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും ഒക്കെയാണ്. അങ്ങനെ പലരും ആ ഡോക്ടേഴ്സ് പറഞ്ഞ സമയം വിട്ട് ആളുകൾ രക്ഷപ്പെടുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, രോഗം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മൂലകങ്ങളുടെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. നമ്മളുടെ നല്ല ഫാറ്റിൻ്റെ, അല്ലെങ്കിൽ നല്ല വൈറ്റമിൻ്റെ, അല്ലെങ്കിൽ നല്ല മിനറലിൻ്റെ, അല്ലെങ്കിൽ നല്ല ഫുഡിൻ്റെ കുഴപ്പമാണ് ഈ രോഗങ്ങളെല്ലാം. അപ്പം അതിൽ നിന്നും ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഫാറ്റും എല്ലാം കൊടുത്താലാണ് ഏത് രോഗിയാണെങ്കിലും രക്ഷപ്പെടുകയുള്ളൂ, ഏതൊരാൾക്കാണെങ്കിലും ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടും അനേകരെ ഞാൻ ചികിത്സിച്ചുള്ള എൻ്റെ പരിചയം കൊണ്ടും എനിക്ക് മനസ്സിലായ കാര്യം അതാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല ഇതുപോലുള്ള ആംവേ പോലെയും അങ്ങനെയുള്ള നിരവധി കമ്പനികളുടെ ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ പോലും പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാരും നിങ്ങളിത് ടെസ്റ്റ് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കൂ, അത് കഴിഞ്ഞ് നിങ്ങൾ 120 ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇന്നും ഈ പൂവൻ മെഡിസിൻസ് എന്ന് പറയുന്ന കമ്പനി പോലും 100% നമുക്ക് ഗ്യാരണ്ടി തരുന്നില്ല ഒരു രോഗവും ഇന്ന മരുന്ന് കഴിച്ചാൽ മാറിപ്പോകുന്നു. ഒരു ഡോക്ടറും നമുക്ക് ഗ്യാരണ്ടി തരുന്നില്ല. അവിടെയാണ് സ്വീഡനിലെ ഈ കമ്പനി നമുക്ക് ഗ്യാരണ്ടി തരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിശേഷത. ലോകത്തൊരു കമ്പനി ഞങ്ങൾ തരുന്ന ഈ ഓയില് ഞങ്ങൾ പറയുന്ന മാതിരി കഴിച്ചാൽ 120 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ omega-6 കുറയും എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയണേ. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമായിരിക്കും. എങ്കിലും നമ്മൾ ഈ 3 മാസം അല്ലെങ്കിൽ 4 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റ് ആവും എന്നുള്ള കാര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പലർക്കും കൊടുക്കുകയും ഞാൻ പരീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇത് വളരെ ശക്തിയേറിയ ഒരു ബ്ലെൻഡാണിത്. ഞാൻ നിരവധി ക്യാൻസർ രോഗികളിൽ ഈ ബ്ലെൻഡ് ചെയ്യാൻ കൊടുത്തു. എൻ്റെ അടുത്ത് വരുന്ന ക്യാൻസർ രോഗികൾ എന്ന് പറയുന്നത് മിക്കവാറും ഡോക്ടേഴ്സൊക്കെ ഉപേക്ഷിച്ച് വരുന്ന ക്യാൻസർ രോഗികളാണ്. അവർക്ക് ഞാൻ ഈ ഓയിൽ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ സിദ്ധ ആയുർവേദ നാച്ചുറോപ്പതി മെഡിസിൻസും കൊടുക്കുന്നുണ്ട്. പക്ഷേ
ഞാൻ കണ്ട ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ, സാധാരണ മരുന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആള് വീക്കാവുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഈ സിൻസിനോ ഓയിൽ കൊടുത്തിട്ട് നമ്മൾ മരുന്നും കൂടെ കൊടുക്കുമ്പോൾ ആൾക്ക് ആ വീക്ക്നെസ് വരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ശക്തിയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോഴും ഈ ഓയിൽ കൃത്യമായിട്ട് കഴിച്ച ആളുകളെ ഞാൻ 4 മാസം കഴിഞ്ഞു 6 മാസം കഴിഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ omega-6 omega-3 എല്ലാം കറക്റ്റാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ വിശേഷം. നമ്മളിപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു സീരിയസ് കേസ് വന്ന് നമ്മൾ ആന്റിബയോട്ടിക്കുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോ അവന്റെ ഈ പറയുന്ന omega-6 കൂടുകയും omega-3 കുറയുകയും നിരവധി മൂലകങ്ങളുടെ വേരിയേഷൻ വരികയും അവന്റെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മളുടെ അടിസ്ഥാന മൂലകങ്ങളിൽ ഒരെണ്ണം തന്നെയാണ് ഈ omega-3, ഈ സിൻസിനോ ഓയിൽ എന്ന് പറയുന്ന ഈ ബ്ലെൻഡും. ഇതിനകത്ത് പോളിഫിനോൾസ് ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, നിരവധി മൂലകങ്ങൾ, ഏതാണ്ട് 20ഓളം മൂലകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആരുടെ മുമ്പിലും പ്രസന്റ് ചെയ്യുന്നതിന്, ആരോടും ഇത് ധൈര്യമായിട്ട് കഴിക്കാൻ പറയുന്നതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഇതിന്റെ ഉറപ്പ് തരുന്നത് ആരാ? കമ്പനിയാണ്. 120ഓളം രാജ്യങ്ങളില് ഈ വസ്തു എത്തിച്ച് ജനങ്ങൾക്കൊണ്ടിരിക്കുന്ന സിൻസിനോ കമ്പനിയാണ് നമുക്ക് ഗ്യാരണ്ടി തരുന്നത്. വെറുതെ ഗ്യാരണ്ടി അല്ല, നമ്മളും അത് പരീക്ഷിച്ച് മനസ്സിലാക്കി. ഏത് കമ്പനി ആയിക്കോട്ടെ, നമ്മളത് പരീക്ഷിച്ച് നമുക്ക് റിസൾട്ട് കിട്ടി. നമുക്ക് നിരവധി ആളുകളിലത് മാറ്റം വരുത്താൻ കഴിഞ്ഞു. പലരുടെയും ഷുഗർ പെട്ടെന്ന് നന്നായി കുറഞ്ഞു, പലരുടെയും മുട്ടുവേദന കുറഞ്ഞു, പലരുടെയും ക്യാൻസറിനെ നേരിടാനും സിറോസിസിനെ നേരിടാനും കിഡ്നി പ്രശ്നങ്ങളെ നേരിടാനും ഒക്കെ ഇത് ഉപകരിച്ചു. ആ ധൈര്യമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏത് തരത്തിലുള്ള ആളുകൾക്കും അവരുടെ ആരോഗ്യത്തിൽ മാറ്റം വരുത്താൻ ഇതിന് കഴിയും. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷ്യവസ്തുവെ നമ്മൾ നോക്കിയാലും, ഇന്ന് മണ്ണിൽ നട്ടിട്ടൊരു സാധനം ഉണ്ടാകുമ്പോൾ മണ്ണിൽ അതിന് വേണ്ട മൂലകങ്ങൾ ആവശ്യത്തിന് പലതരം കൃഷികൾ പല പ്രാവശ്യം ചെയ്ത് ആയിരക്കണക്കിന് കൊല്ലം കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ണിൽ ഇനിയും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന് വേണ്ട മൂലകങ്ങൾ, ഈ ചെടിക്ക് വേണ്ട മൂലകങ്ങളെല്ലാം ആ മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ ആ മണ്ണിൽ ഉണ്ടാവില്ല. ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ആയിട്ട് ഒരിക്കൽ വർത്തമാനം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ചേനയിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു മെഗ്നീഷ്യം ഇന്ന് ചേനയിൽ ഇല്ല. അതിന്റെ 1/4 പോലും ചേന നമ്മൾ പരിശോധിച്ചാൽ കിട്ടാനില്ല, ആ മെഗ്നീഷ്യം ഇല്ല. അതുപോലെ പല മൂലകങ്ങളും പല കാര്യങ്ങളിലും ഇല്ലെന്ന് നമ്മൾ തന്നെ, നമ്മുടെ കർമ്മന്മാർ തന്നെ പറയുന്നുണ്ട്. പഴയ കാലത്ത് നമ്മൾ നെല്ല് കുത്തി അരിയെടുത്ത് നമ്മൾ ചോറ് ഉരുട്ടി ഉണ്ടി കഴിഞ്ഞാൽ കയ്യിൽ നെയ്യമയം ഉണ്ടാവും. ഇന്നത് കാണാനില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രയൊക്കെ നല്ല സാധനങ്ങൾ കഴിച്ചാലും അതിലാവശ്യത്തിനുള്ള മൂലകങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ആയിരക്കണക്കിന് മൂലകങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടത്. അപ്പൊ അതിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഇത്തരം ബ്ലെൻഡുകളിൽ നിന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ശരീരത്തെ വളരെ ദോഷകരമായ രീതിയിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് ധൈര്യമായിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ പറയാം, ഞങ്ങളുടെ ഓയിൽ കഴിച്ചുകൊണ്ടിരുന്ന ആരും ഈ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചില്ല. നമുക്ക് 6 മാസം കഴിയുമ്പോൾ പറയാൻ പറ്റും. അതൊക്കെ ഒരു വലിയ ചരിത്രമാണത്. വേറെ ആർക്ക് പറയാൻ പറ്റും? ഇത് ഏത് കമ്പനിക്ക് പറയാൻ പറ്റും? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇന്ന് നമ്മളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശരീരശാസ്ത്രം എന്താ? അത് നമ്മളിപ്പോൾ കഴിക്കുന്ന ഏത് ഭക്ഷണത്തെയും അതിനെ ദഹിപ്പിച്ച് അതിനെ ഗ്ലൂക്കോസാക്കി അതിനെ ഇൻസുലിനും കൂടെ ചേർത്ത് അത് നമ്മളുടെ സെല്ലുകളിലേക്ക് കൊടുത്ത് സെല്ലുകളുടെ ആ ഊർജം അവിടെ ഉണ്ടാക്കാനും സെല്ലുകൾ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ മേഖലകളിൽ അത് ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള ഊർജം ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ ശരീര പ്രവർത്തനങ്ങളെ എല്ലാം കറക്റ്റ് ചെയ്യേണ്ട ആ സെല്ലുകളുടെ മെമ്മറൈൻ അടഞ്ഞു പോയാൽ നമ്മൾ ഏത് മരുന്ന് കഴിച്ചിട്ട് എന്ത് കാര്യം, നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് കാര്യം? ഇതൊന്നും സെല്ലുകളിൽ വർക്ക് ചെയ്യില്ല.
അപ്പൊ വെറും കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കണ മാതിരി ഇത് ബ്ലഡിൽ കിടന്ന് അവിടെ കിടന്ന് കൂടിക്കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ കൂടി, നമുക്ക് ഷുഗർ കൂടി, ഇതൊക്കെ പറയും. പക്ഷേ ഇത് കഴിച്ച് കൃത്യമായ രീതിയിൽ നമ്മുടെ സെല്ലുകളുടെ അകത്തേക്ക് പോയി അവിടെ ഊർജം ഉണ്ടാക്കി ബാക്കി വരുന്ന വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് ബ്ലഡിൽ കൂടെ ലിവറിൽ വന്ന് ലിവറിൽ നിന്ന് അത് മലത്തിൽ കൂടെ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീര പ്രവർത്തനം വളരെ കറക്റ്റാവും. അപ്പൊ ഇതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു ബ്ലെൻഡാണ് നമ്മുടെ ഈ സിൻസിൻ ഓയിൽ. അതുപോലെ തന്നെയാണ് സിനോബയോട്ടിക്സും. സിനോബയോട്ടിക്സും ഇവിടെ ഇറങ്ങുന്നുള്ളൂ. അതിൻ്റെ ശക്തിയും ഞാൻ പരീക്ഷിച്ച് അറിയാൻ പോകുന്നുള്ളൂ. എനിക്കത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ അതിൻ്റെ ലീഫ്ലെറ്റുകളെല്ലാം നമ്മൾ നോക്കുകയും അതിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് കാത്തിരിക്കുക എൻ്റെ രോഗികളിലും എൻ്റെ ബന്ധപ്പെട്ടവർക്കും ഒക്കെ കൊടുക്കാനായിട്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരോട് ഇത് പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ശരിക്കും നമ്മൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാ. പണ്ട് യേശുക്രിസ്തുവിന്റെ കാലത്ത് പറയും, നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ അത് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ തെറ്റുകാരാവും, അറിയാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങളൊരു തെറ്റുകാരല്ല എന്ന് പറഞ്ഞ മാതിരി ഇത് നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ തന്നെ ഒരു തെറ്റുകാരാവും. ഇതൊക്കെ ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നമ്മളത് മറ്റു ആളുകളിലേക്ക് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് ഇത് എത്തിച്ചില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായിട്ട് മാറും. നിരവധി അനുഭവങ്ങളാണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ഇത് കേട്ടിട്ടുള്ള ആളുകൾ, നിങ്ങൾ ഏതെങ്കിലും ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗികളായിട്ടുള്ള ആളുകൾ, ചികിത്സയിലിരിക്കുന്ന ആളുകൾക്ക് ഇത് കഴിക്കാമോ, ഇത് കഴിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്ത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കൂ. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് നമ്മളൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് നടത്തണേ, അല്ലാണ്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനമല്ല ഇത്. ഇത് ശരിക്കും ആരോഗ്യ സാക്ഷരത നമ്മുടെ ഇന്ത്യ രാജ്യത്തും നമ്മുടെ കേരള നാട്ടിലും ഉണ്ടാവേണ്ടത് വരും തലമുറയ്ക്ക് വളരെ ആവശ്യമാണ്. ഞാനിപ്പം പറയുന്നത്, നമ്മൾ കാരണവന്മാര് നമ്മൾ സ്ത്രീധനം കൊടുക്കുമ്പോൾ 10 കുപ്പി ഓയിലും കൂടി അതിൽ പെടുത്തി കൊടുക്കണമെന്നാണ് ഞാൻ പറയണേ. നമ്മളൊരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടണ്ടെങ്കിൽ ഒരു 10 കുപ്പി ഓയിലും കൂടെയും അവർക്ക് കൊടുത്തു വിട്ടാൽ വരും തലമുറയെ പറ്റി നമ്മൾ പേടിക്കുകയേ വേണ്ട. അവർക്കുണ്ടാകുന്ന കുട്ടികൾ നല്ല ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും കഴിവുള്ളവരുമായിരിക്കും. ആ കുടുംബത്തിന് പിന്നെ പിന്തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ആ കുട്ടികളെ കൊണ്ട് ആശുപത്രിയിൽ കുത്തിയിരിക്കേണ്ടി വരില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇത്തരം കാര്യങ്ങളെ പറ്റി വളരെ ഗാഢമായിട്ട് ചിന്തിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം വേണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം വേണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം വേണമെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ആരോഗ്യം വേണം. അത് കൊച്ചുവിച്ച് ആ സകല ആരോഗ്യം വേണം. നമുക്ക് ആരോഗ്യം വേണം, നമ്മുടെ കാരണവന്മാർക്ക് ആരോഗ്യം വേണം, നമ്മുടെ മക്കൾക്ക് ആരോഗ്യം വേണം, മക്കളുടെ മക്കൾക്ക് ആരോഗ്യം വേണം. അതിനൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യം ഇത് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കിനി സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അതിന് മറുപടി പറയാം. ഓക്കെ. താങ്ക് യു രാജു വൈദ്യർ സാർ. താങ്ക് യു സോ മച്ച്. വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ വലിയ ഇൻസൈറ്റ്സ് ആണ് അങ്ങ് ഷെയർ ചെയ്തത്. എന്തായാലും നമ്മളുടെ സമയം ആയി, 9:30 ഓൾറെഡി ആയി. എന്നിരുന്നാലും ആർക്കെങ്കിലും ഒന്ന് രണ്ട് ആളുകൾക്ക്, നിങ്ങൾക്ക് പുതുതായിട്ട് വന്ന ആൾക്കാർക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഈ ബാലൻസ് ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും മറ്റു പുതിയ ആളുകൾക്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചോദിക്കാവുന്നതാണ്. പ്ലീസ് കം ഫോർവേഡ്. ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ്. എന്റെ പേര് അൻവർ അലി, പട്ടാമ്പി നിന്നാണ്. യെസ് സർ, പറയൂ സർ. സർ, ഞാൻ ഒരു വെൽനസ് കൺസൾട്ടന്റ് ആണ്. ഓക്കെ. എനിക്ക് October 1 ഒരു സ്ട്രോക്ക് ഉണ്ടായി. ഓക്കെ. അപ്പൊ ഈ ഒരു വൺ സൈഡ് ഇപ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യണില്ല, ബാലൻസും കമ്മിയാണ്, ഒരു സൈഡ് ഇതായിട്ട് കിടക്കുക. ഞാൻ രാജു വൈദ്യർ സാറിനോട് സംസാരിച്ചിരുന്നു ഒന്ന് ഓക്കെ. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ടെസ്റ്റ് നടത്തി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഒത്തിരി വെൽനസ് പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്കിത് മനസ്സിലായത്. എന്തായാലും ഞാൻ ടെസ്റ്റ് കഴിഞ്ഞ് യൂസ് ചെയ്യൽ തുടങ്ങാൻ പോവാണ് ഞാൻ.
വെരി ഗുഡ് സാർ. അപ്പം എന്തായാലും അത് അങ്ങ് അത് യൂസ് ചെയ്യൂ. നല്ല ഒരു ഗുണകരമാണ്. കാര്യം സ്ട്രോക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സ്ട്രോക്ക് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നതിന്റെ കുറെ അധികം മെക്കാനിസങ്ങൾ അതൊക്കെ ഇത് ഇൻഫ്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ വെൽനെസ് കഴിച്ചിരുന്നു. വെൽനെസ് മറ്റേ ഈ ആ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾ മലേഷ്യയിൽ നിന്നുള്ള വെൽനെസ് കഴിച്ചിരുന്നു. ആ പക്ഷെ ഓക്കെ. അത് എനിക്ക് എന്റെ ഡയബറ്റിക് ഒക്കെ കൺട്രോൾ ആയി. ആ പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, ആ ഹോമിയോ കഴിക്കുന്നുണ്ട്, അലോപ്പതിയും കഴിക്കുന്നുണ്ട്. ആ ഓക്കെ. സാറ് മരുന്ന് കഴിച്ചോളൂ. സാർ ഇപ്പൊ ഇത് ചോദ്യം രാജവൈദ്യരോടാണോ അതോ എന്നോട് ചോദിച്ചതാണോ? അല്ല, വൈദ്യരേട്ടി അന്ന് രാവിലെ സംസാരിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ എന്റെ ഒരു സന്തോഷം പറഞ്ഞു, ഞാൻ അത് പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരു സാധിച്ചതല്ല. സന്തോഷം അതെ പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ഈ വെൽനസ് ഫീൽഡ് ആയതുകൊണ്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് പറയുമ്പോൾ വളരെ നല്ലൊരു കാര്യമുണ്ട് അത്. തീർച്ചയായിട്ടും. അതെ 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 അതെ. അപ്പൊ സാറ് ഇത് സാറ് പറഞ്ഞ പോയിന്റാണ് ഏറ്റവും വലുത്. കാരണം നമ്മൾ ആദ്യം നമ്മളെ പ്രീ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം, ഞാൻ പറയുമ്പോൾ correct. പുതുതായിട്ട് കല്യാണം കഴിക്കുന്ന പിള്ളേർക്ക് ഇതൊരു മാൻഡേറ്ററി ആക്കി വെക്കണം മാൻഡേറ്ററി ഒരു ശരിക്കും. ബാലൻസ് ടെസ്റ്റും ഗട്ട് ഹെൽത്ത് ഒക്കെ ടെസ്റ്റ് ചെയ്യണം. അതെ കാര്യം അത് അതെ അതെ ജനിക്കുന്ന അതെ അതെ. കുട്ടികൾക്കും ഒക്കെ അത് അപ്പൊ എന്താണ്, വലിയ കുട്ടികൾക്കും നല്ലതാണ്, ആ നല്ലതാണ്. ഫാമിലികൾക്കും നല്ലതാണ്. തീർച്ചയായിട്ടും നമ്മള് തീർച്ചയായിട്ടും പ്രീ തീർച്ചയായിട്ടും. മാരേജിന് ചെയ്യുന്നുണ്ട്. ഇപ്പോ ക്രിസ്ത്യൻസിന്റെ ഒക്കെ ഒരു പ്രീ അതെ മാരേജ് കൗൺസിൽ തന്നെ അതെ നടക്കുന്നുണ്ട്. അതെ അതെ അതെ. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തലമുറ തന്നെ മാറി വരും. മാറി വരും. അതെ തീർച്ചയായിട്ടും. മാത്രമല്ല കാരണം ഇതൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ അതായത് ആ ഇപ്പൊ ആണിന്റെയും പെണ്ണിന്റെയും പ്രീ കണ്ടീഷൻസ് അറിയാൻ പറ്റും. അതെ 3-4 മാസം അത് കഴിച്ചു കഴിഞ്ഞുള്ളത് അറിയാൻ പറ്റും. അപ്പോഴേക്കേ കല്യാണം ആവുള്ളൂ. അതെ 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 അതെ. അപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. കല്യാണം ആകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് കറക്റ്റ് ചെയ്യാൻ ചെയ്യുകയും ചെയ്യാം. പറ്റും, കറക്റ്റ് ചെയ്യാനും പറ്റും. രണ്ടു കൂട്ടർക്കും ശരിയാണ്. നല്ലതാണല്ലോ. അതെ ഇത് അതെ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നില്ല, രണ്ടു കൂട്ടർക്കും അറിയാലോ ഇത് അതെ. നല്ലൊരു പരസ്പരം. നല്ലൊരു അതാണ് സജഷൻ ഞാൻ ആണ് സാർ. പറഞ്ഞത്. എന്തായാലും അത് വളരെ നന്ദി. എന്തായാലും അങ്ങ് ബാലൻസ് ഓയിൽ കഴിക്കും. മരുന്നുകളൊക്കെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാര്യം ബാലൻസ് ഓയിൽ മരുന്നുകൾ റീപ്ലേസ് ചെയ്യാനല്ല. പക്ഷെ നമുക്കിത് ഓപ്റ്റിമൈസ് ചെയ്യും. അതായത് നമ്മുടെ ഒമേഗ 6 ഒമേഗ 3 ബാലൻസ്, അതുപോലെ സെല്ലുലാർ മെംബ്രെയിൻ ഹെൽത്ത്, ഇതെല്ലാം നമുക്ക് കാരണം ഓപ്റ്റിമൈസ് ഞാൻ ചെയ്യും. എനിക്കിത് ആ ഒരാഴ്ച ആയിട്ടുള്ളൂ എനിക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് ജോയ് സാറാണ് ഇത് തന്നത്. ഓ ഇന്ന് ജോയ് വെരി ഗുഡ്. സാറും പിന്നെ ദിലീപ് സാറും കൂടി എന്റെ വീട്ടിൽ വന്നിരുന്നു. ഓക്കെ. ആ ഞങ്ങൾ രാവിലെ കാര്യമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് ശരി പോകാനുള്ള സാർ. പരിപാടി തന്നെയാണ്. ഓ അപ്പൊ ഞാൻ വെരി ഗുഡ്. എന്റെ റിസൾട്ട് കിട്ടുമ്പോൾ എനിക്ക് ഒരാളോട് പറയാൻ എളുപ്പമുള്ള കാര്യമാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ. എന്തായാലും അത് കാരണം ഞാനിപ്പോ സാറ് കഴിക്കൂ. ബെഡ് അടുത്ത റിഡൺ ആണ്. ആ അതെ ഇപ്പൊ വെരി ബെഡ് ഗുഡ്. റിഡൺ ആയതുകൊണ്ട് എന്റെ വിഷമങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇത് കേൾക്കാം. കഴിക്കുമ്പോ തന്നെ എനിക്ക് അതിന്റെ ഓരോ സ്റ്റേജും എനിക്ക് മാറി അറിയാൻ പറ്റും. കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തില്ല? ഇത് കഴിക്കാൻ തുടങ്ങിയോ ഇല്ല സാർ? ഇല്ല, ഇന്നാണ് ആ സാധനം കണ്ടത്. പക്ഷെ ഞാൻ ഇന്നാണ് ഈ ടെസ്റ്റിനെ പറ്റി അറിയുന്നതാണ്. ഓ ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ. ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാന്നാ വിചാരിക്കണത്. ശരിയാ, ടെസ്റ്റ് ചെയ്യൂ സാറ്. ഫസ്റ്റ് ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തിട്ട് പിറ്റേ ദിവസം അത് അങ്ങനെ പറഞ്ഞു തുടങ്ങാം. എനിക്ക് ആ സാധനമൊക്കെ കാണിച്ചു തന്നു. അപ്പൊ ശരി. ആ എന്തായാലും കാരണം ഇപ്പൊ റംസാൻ ആണല്ലോ അതെ അതെ. ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റംസാൻ കഴിയുമ്പോഴേക്ക് അതിന്റെ ആ കോഴ്സിലേക്ക് പോകണം. സാർ ഇത് ഞാനൊരു കഴിച്ചു പിന്നെ തുടങ്ങിക്കോളൂ. കാര്യം നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ ഇത് കഴിക്കാം. ഭക്ഷണത്തിന് ശേഷം വൈകിട്ട് അതല്ല കഴിക്കാം. അതല്ല, ഉം. ഞാനപ്പോ അതിന്റെ ഒന്ന് സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഞാൻ എന്റെ ഫാമിലിയിൽ ഒരു ക്യാൻസർ പേഷ്യൻസ് കൂടുതലുള്ള ഫാമിലിയാണ്. ഓ ഓക്കെ. 15-20 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഓ ഓക്കെ. അപ്പൊ ഇതൊക്കെ ആയിട്ടോ. പിന്നെ ഡയബറ്റിക്കിന്റെ കാര്യത്തിൽ മിക്ക പേർക്കും ഡയബറ്റിക് ഉണ്ട്. ആ ആ ആ ആ ആ അത് കേരളത്തിൽ 3.5 കോടിയിൽ 1.5 കോടി ജനങ്ങൾക്ക് ഡയബറ്റിക് ആണ്. അതെ 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 അതെ. നമ്മൾ ഒരു ഒരു 50 ലക്ഷം ബാക്കിയുള്ള ഹാർട്ട് അറ്റാക്കും കിഡ്നിയൊക്കെ പെടാം. ഒരു 68% മനുഷ്യര് ഡയബറ്റിക് ആണ്. അതെ അല്ല, അതെ അതെ. രോഗികളാണ് ഇങ്ങനത്തെ. യെസ്. അപ്പൊ ഈ ഓക്കെ സാർ. അപ്പൊ എന്തായാലും കോവിഡിന് ശേഷമുള്ള ഈ ഒരു കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഉണ്ടല്ലോ, അതെ 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 ചെറുപ്പക്കാര്, അവർക്കൊക്കെ ഇത് വളരെ സുഖമായിട്ട് ഇപ്പൊ പലർക്കും പേടിയാണ്, എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഇതേവരെ. അതെ 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 അതെ. അതിനൊരു റെമഡി ഇന്ന് എനിക്ക് കിട്ടി. തീർച്ചയായിട്ടും. അതെ അതെ എന്തായാലും അതെ 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 അതെ. താങ്ക് യു ഫോർ എവരിബഡി. ഓക്കെ സർ, പ്ലഷർ പ്ലഷർ. ഓക്കെ നമുക്കൊരു സാർ, ഞാൻ ക്വസ്റ്റ്യൻ അധികം വന്നിട്ട്, സമയം എടുക്കുന്നില്ല. തൈറോയിഡിന് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ളത്. സി ഇപ്പൊ എസ്പെഷ്യലി സ്ത്രീകളിലൊക്കെ ആണെങ്കിലും ഇതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനൊക്കെ ആയിട്ടാണ് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കണക്കാക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇത് ഹെൽപ്പ് ആവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതൊരു സിസ്റ്റമിക് ഇൻഫ്ലമേഷനെ ഇത് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ അത് മോഡുലേറ്റ് ചെയ്യുന്നു. സെൽ മെംബ്രെയിനെ അത് സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ T3 റിസപ്റ്റർ ഫംഗ്ഷൻ ഒക്കെ തന്നെ അത് ഇംപ്രൂവ് ചെയ്യും. ഇൻസുലിൻ അതോടുകൂടി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യും. മെറ്റബോളിക് ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് ഗട്ട് തൈറോയിഡ് ആക്സിസ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ബാലൻസ് ഓയിലും ഗട്ട് സിനോബയോട്ടിക്കും കൂടി എടുക്കുക. ബാലൻസ് ഓയിൽ നമ്മൾ വെയിറ്റ് അനുസരിച്ച് 1 കിലോഗ്രാമിന് 0.15 ml എന്നുള്ള ഡോസിലാണ് കഴിക്കേണ്ടത്. അത്
ഇപ്പോൾ ഒരു 70 കിലോ ഉണ്ടെങ്കിൽ 10 ml ഡെയിലി കഴിക്കുക. അത് പരമാവധി 2 നേരമായിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. കുറെ ആളുകൾ ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കും, പക്ഷെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുമ്പോൾ ഓയിൽ അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുക. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക. ഭക്ഷണത്തോടൊപ്പമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് കഴിക്കാവൂ. അത് ആദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമാവുക. രാവിലെ 10 ml കഴിക്കുന്ന ആളാണെങ്കിൽ രാവിലെ 5 ml, വൈകിട്ട് 5 ml ഭക്ഷണശേഷം കഴിക്കുക. അതുപോലെ തന്നെ സിനോബയോട്ടിക് നമ്മൾ ഒരു സ്കൂപ്പ് തുടങ്ങുക. രാവിലെ ഉച്ചയ്ക്കോ നമ്മൾ ഭക്ഷണത്തിന് ശേഷമോ ഭക്ഷണത്തോടൊപ്പമോ കഴിക്കാം. അതും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. അത് രണ്ടുമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിന് വളരെയധികം ഹെൽപ്പ് ആവുന്ന, തൈറോയിഡ് മാത്രമല്ല ഇത്തരത്തിലെല്ലാം, ഇതിപ്പോ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആണ്, ഈ പറയുന്ന പോലെ തന്നെ ഒരു സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ തന്നെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം. ഓക്കെ, അതോടൊപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അത്യാവശ്യം നല്ല ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യം നിലനിർത്താനും പല രോഗങ്ങളിൽ നിന്നും നമുക്ക് റിക്കവർ ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. എനി ഷായ് അതർ സാർ, ക്വസ്റ്റ്യൻ? ഷായ് സാർ, ആ നമുക്ക് ടൈം ഉണ്ടോന്ന് അറിയില്ല. ഒരു അവിശ്വസനീയമായ ഒരു ഡോക്ടർ പ്രസാദ് ഉണ്ട് നമ്മളെ സൂം റൂമില്. ഓക്കെ. ആക്ച്വലി ഹീസ് ഫ്രം കണ്ണൂർ. ആ 43 ആ വർഷത്തെ പ്രാക്ടീസ് ഡോക്ടറാണ്, ഹോമിയോ ഓക്കെ ഡോക്ടറാണ് ഓക്കെ അദ്ദേഹം. സൂം റൂമിലുണ്ട്, പക്ഷെ അദ്ദേഹം ടെക്നിക്കലി സപ്പോർട്ടഡ് ആയിരുന്നില്ല അന്ന്. ജസ്റ്റ് അദ്ദേഹത്തെ ഡോക്ടർ പ്രസാദ് ആള് കംഫർട്ടബിൾ ആണെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ. അതായത് വെറും 12 days കൊണ്ട്, ആ ഹാ 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 അതായത് അദ്ദേഹത്തിനെ പേഴ്സണലി കൈപിടിച്ച് നടന്നിരുന്ന 9 പേരോളം ആ ഹാളിലുണ്ടായിരുന്നു. ഒരു 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 2 months ബിഫോർ. ഓക്കെ വെറും 12 ദിവസം കൊണ്ട് അദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉത്തരവാദിത്വം ഈ ബാലൻസ് ഓയിൽ വരെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. വെറും 12 ദിവസം. നമുക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം. യെസ്. പ്രസാദ് സർ, ഡോക്ടർ അങ്ങേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ഷെയർ യുവർ സ്റ്റോറി. ഞങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. സർ ഉണ്ടോ? നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടോ? സെഷനിലുണ്ടോ? ആ സെഷനിലുണ്ട്. വിളിക്കുക. ടെക്നിക്കലി ഉണ്ട്, സെക്ഷനിലുണ്ട് സാർ. ഓക്കെ. പ്രസാദ് സർ, പ്ലീസ് കം ഫോർവേഡ്. പ്രസാദ് സാർ. ഡോക്ടർ പ്രസാദ് കണ്ണൂർ. യെസ് സർ. ഹലോ, യെസ് സർ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, ഇപ്പൊ കേൾക്കാം. സർ സംസാരിച്ചോളൂ, കേൾക്കാം. ഞാൻ വീഡിയോ, ഇതുവരെ സാറിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടി ബെറ്റർ ആയി. അതാണ് സാറേ, ഞാനിപ്പോ സംസാരിക്കാം. ഓക്കെ. ഓക്കെ ഓക്കെ, ശരി സാർ. ഓക്കെ. ഞാന് ഫെബ്രുവരി 10 നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ഫെബ്രുവരി 10 അല്ലേ? അതെ അതെ. ഇന്നിപ്പം മാർച്ച് 1 അതെ അതെ. ഈ ചെറിയ സമയം കൊണ്ട് 2 മാസം മുൻപ് എനിക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ പിന്നെ ആ അവസ്ഥ കുറച്ച് നാളിങ്ങനെ തുടർന്നപ്പോ 2 മാസത്തോളം വന്നു കഴിഞ്ഞപ്പോ മക്കള് വളരെയധികം സീരിയസ് ആയിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മ മരിച്ചുപോയതാണ്, വൈഫ് മരിച്ചുപോയതാണ്. വൈഫ് സ്ട്രോക്ക് വന്നിട്ട് ഒരു 5 വർഷം കിടപ്പിലായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരത്തി മരിച്ചുപോയി. അപ്പൊ അമ്മയും പോയി, ഇനിയിപ്പോ അച്ഛനും കൂടെ പോകാനുള്ള പണിയാണോ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ ആവില്ലാതെ പറഞ്ഞപ്പോ ഞാന് MRI എടുക്കാൻ തീരുമാനിച്ചു. നടപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് ആദ്യം ഒരു ഓർത്തോയെ കാണിച്ചു. അങ്ങനെ ഓർത്തോയുടെ നിർദ്ദേശപ്രകാരം ഒരാഴ്ച മരുന്ന് കഴിച്ചു. ആക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ന്യൂറോയെ കാണിച്ചു. അപ്പോഴും എനിക്ക് വേണ്ടത്ര ആക്ഷൻ കിട്ടിയില്ല. പിന്നെ MRI എടുക്കാൻ തീരുമാനിച്ചു. MRI എടുത്തു കഴിഞ്ഞപ്പോൾ ബ്രെയിനില് ഇസ്കീമിയ എന്ന് പറയുന്ന രോഗമാണ്, അതുപോലെ ഈ നടുവിന്റെ ഭാഗത്ത് എന്ന് മനസ്സിലാക്കി. ഇതിനിപ്പോ ഇവരുടെ അടുത്ത് പിന്നെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതിനകത്ത് എനിക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം വൈഫിന്റെ കാര്യത്തില് വേണ്ടത്ര ബെനിഫിറ്റ് ആയിട്ട് ഒന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. മറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ ഹോമിയോപ്പതിയും അതുപോലെ തന്നെ സപ്ലിമെന്റ്സും ആയിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ സമയത്താണ് ഭാഗ്യവശാല് ഈ നമ്മുടെ കമ്പനിയുടെ
ബിനു എന്ന് പറയുന്ന ആള് എൻ്റെ അടുത്ത് വരികയും അതിനു മുമ്പ് ഒരാൾ എന്നോട് ഈ കാര്യങ്ങളെ കുറിച്ച് വിളിച്ചറിയിച്ചിരുന്നു, ഒരു മധു എന്ന് പറഞ്ഞ ഒരു പാർട്ടി. അപ്പൊ അങ്ങനെ പുള്ളി മുഖാന്തരം ബിനു സാർ എൻ്റെ വീട്ടിൽ വരികയും, വീട്ടിലല്ല കണ്ണൂർ വന്നു, അദ്ദേഹത്തെ പോയി കണ്ടു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എനിക്ക് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ, കാരണം എൻ്റെ ചികിത്സാ സമ്പ്രദായത്തിൽ 45 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ചികിത്സാ സമ്പ്രദായത്തിലെല്ലാം തന്നെ ഞാൻ സപ്ലിമെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ലപോലെ ഉണ്ട്. ഇനി എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയുണ്ട്. പക്ഷേ ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്രൊഡക്റ്റ് ബിനുസാറിൽ നിന്ന് ഞാൻ 4 പ്രൊഡക്റ്റ് മേടിച്ച് ഇന്നിപ്പോ രണ്ടാമത്തെ ബോട്ടിൽ തുടങ്ങിയിട്ട് 2 ദിവസമായി. ആദ്യത്തെ ഒരു ബോട്ടിൽ കഴിഞ്ഞു, രണ്ടാമത്തെ ബോട്ടിൽ 2 ദിവസമായിട്ട് കഴിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതും കൂടെ വന്നു കഴിഞ്ഞാൽ അതും കൂടെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. എൻ്റെ ബ്ലഡ് എടുത്ത് 10-ാം തീയതി ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അത് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോ അത് വന്നു കഴിയുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് വരുത്താം. അതിനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, എനിക്ക് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഈ ഒരു സമ്പ്രദായം ചികിത്സയായിട്ട് തന്നെ, ഇത് ഫുഡ് സപ്ലിമെന്റ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന് ഔഷധ മൂല്യമുണ്ട്. ഇതാണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെയൊക്കെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് എത്തിക്കാനായിട്ട് എനിക്കൊരു പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10-ലധികം ആൾക്കാർ എന്നോടൊപ്പം തന്നെ സഹകരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അതിലൊരു 3-4 പേര് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ഏതൊക്കെയായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, ഒരു മാറ്റം ഞാൻ ഇതിലൂടെ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഓക്കെ, താങ്ക് യു സാർ. എന്നാലും സാറിന്റെ ഒരു ഡോക്ടർ എത്ര ml വീതമാണ് കഴിച്ചത്? ഞാൻ കഴിച്ചത് 15 ml വീതം 2 നേരമാണ് കഴിച്ചത്. ഓക്കെ ഓക്കെ, 15 ml വീതം 2 നേരം ഇപ്പൊ കഴിച്ചു. 15 ml വീതം 2 നേരം. അപ്പൊ ഡെയിലി 30 ml കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ഓക്കെ. കാരണം ഈ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടർ എന്നുള്ള നിലയ്ക്കും കൂടി തന്നെയാണ് അതിന്റെ ഡോസ് ഞാൻ തന്നെ നിശ്ചയിക്കുകയും കഴിക്കുകയും ചെയ്തു. ശരി. ഇപ്പൊ ഈ 10 ദിവസം കൊണ്ട് സാറിന് എന്താണ് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളും, അല്ലെങ്കിൽ 18 ദിവസമായി ഇപ്പൊ സാറ് കഴിക്കാൻ തുടങ്ങിയിട്ട്, എന്താണ് ഒരു ജസ്റ്റ് അതിന്റെ സാറിന്റെ ഒരു ഡിഫറൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എന്താണ് എക്സ്പീരിയൻസ് ചെയ്ത ബെനിഫിറ്റ്? ഞാന് എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. നടക്കാൻ തീരെ പറ്റില്ലായിരുന്നു. അതായത് പിച്ച വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ. അങ്ങനെ ഒരു 100 അടി എങ്കിലും നമ്മൾ നടക്കേണ്ടി വന്നാല് അപ്പൊ സ്റ്റക്കാവും. നടക്കോടെ കാലിനും നടുവിന്റെ താഴോട്ട് ഒരു വലിയ ഭാരം അനുഭവിക്കാം. പിന്നെ അവിടെ നിന്ന് പോവുക. ആ ഒരു അവസ്ഥയ്ക്ക് ഒരു 3 ദിവസം നമ്മളുടെ മരുന്ന് 15 ml വെച്ച് കഴിച്ചപ്പോ മാറ്റം. അതാണ് എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടായത്. 3 ദിവസം 10 ദിവസം കഴിച്ചു. ആ 3 ദിവസം കഴിച്ചപ്പോ തന്നെ കാലിന് വരുന്ന ഭാരം, അതുപോലെ തന്നെ കാലിന്റെ വിരലുകൾക്കൊക്കെ ഭയങ്കര നമ്പേഴ്സായി, ഭയങ്കര മരവിപ്പുണ്ടായിരുന്നു. അതൊക്കെ മാറി പൂർണ്ണമായിട്ട് ഇപ്പോഴും മാറി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് യഥേഷ്ടം നടക്കാൻ ഇപ്പം കഴിയും. അതൊരു വലിയ മാറ്റമായിട്ട് ഞാൻ കാണും. അത് ഡോക്ടറുടെ ബ്രെയിനും നാഡികളും വളരെ കറക്റ്റ് ആവുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും കറക്റ്റ് വൈദ്യുതി വളരെ സന്തോഷം നിങ്ങളുടെ. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും അത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് വൈദ്യുതി. ഓക്കെ 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 ഓക്കെ, ഞാനത് ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മാത്രമല്ല, വൈദ്യുതിയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു വേദിയും കൂടെ ഇപ്പൊ ഇത് വരുന്ന ഞാൻ നേരിട്ട് കണ്ടോളാം. ഞാനും എൻ്റെ ഫാമിലിയില് ആയുർവേദ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അച്ഛൻ വളരെ എത്രയോ തലമുറകളായിട്ട് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. ഇത് ഞാന്
മരുന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യാസം വന്നിട്ടാണ് ഞാൻ ഹോമിയോപ്പതി പഠിച്ചെടുത്തത്. കാരണം അച്ഛൻ മരുന്ന് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്? വളരെ വ്യത്യാസപ്പെട്ട ഒരു രീതിയാണ്. സമയം പോകുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ദിവസം ഓക്കെ പറയാൻ ഡോക്ടർ. ശരി വലിയ സർ, കൂടുതൽ ഓക്കെ, പോയിന്റ് താങ്ക് യു ഡിസ്കസ് സോ മച്ച്. നമുക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി ഡോക്ടർ. താങ്ക് യു. ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഫാമിലി, നമുക്ക് ഇനിയിപ്പോ വേറെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, സമയമായി. Doctor, I have to ask you a question. That is how young you are. എത്ര വയസ്സുണ്ടെന്ന് കൂടി പറയണം. ടെസ്റ്റ് മണി പറയുന്ന ആളുകൾ പ്രത്യേകം വയസ്സ് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഡ്യൂറിങ് ഐ ആം 75. Wow. 75. Yeah, 75. Very good. 75 young. 75 years young. Yeah. ഓക്കെ സർ. ഓക്കെ, സോ അപ്പൊ നമുക്ക് Thank you, doctor. Take care. God bless you. ഓക്കെ, നമുക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഇഫ് ഷായ് സാറ്, ഞാൻ ആ. രാജീവ് ആണ്. ഞാൻ ഡോക്ടറെ ലൈവായിട്ട് കണ്ണൂരിൽ കണ്ടിരുന്നു. ഓക്കെ, അദ്ദേഹം പൊതുവായി രണ്ടെണ്ണം നടക്കുന്ന പോലെ നടന്ന ഒരാള് ഇന്ന് ഒരു മാരത്തോൺ ഓട്ടത്തിന് തയ്യാറായി നടക്കുന്ന ഒരു 57 വയസ്സുകാരനായിട്ട് 75 തിരിച്ചിട്ട പോലെയാണ് അദ്ദേഹത്തിന് എനർജി കണ്ടത്. താങ്ക് യു ഡോക്ടർ പ്രസാദ് ജി. താങ്ക് യു രാജീവ് വൈദ്യർ. താങ്ക് യു ഷായ് സാർ. ഓക്കെ, താങ്ക് യു എവരി വൺ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ രാജു വൈദ്യർ, അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ഡോക്ടർ പ്രസാദ്, അതുപോലെ നമ്മുടെ ഓരോ ലീഡേഴ്സ്, ക്വസ്റ്റ്യൻസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സന്തോഷം, സ്നേഹം, നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേപോലെ ഒരുമിക്കാം. കൂടുതൽ ഇൻഫർമേഷൻ, ഇത്തരത്തിലുള്ള കൺവെർസേഷനിലേക്ക് നമുക്ക് തുടരാം. നമുക്ക് വേണ്ടപ്പെട്ടവരെ, അറിയുന്ന ആളുകളെ ഒക്കെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. എവറി സൺഡേ നമ്മൾ ഇങ്ങനെ ഒരു കൺവെർസേഷൻ ഉണ്ടായിരിക്കും. പുതിയ പുതിയ അറിവ് ഷെയർ ചെയ്യാൻ പറ്റിയ ആളുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം. താങ്ക് യു താങ്ക് യു. താങ്ക് യു Thank you, ഗുഡ് sir. നൈറ്റ് Thank ഗുഡ് you. നൈറ്റ് Bye. താങ്ക് യു Good night. ഗുഡ് നൈറ്റ് Good night. Good night. Good night. Good night.